അപ്പോഴാണ് ഈ വയസ്സനായ മനുഷ്യൻ കയറിയത്. അയാൾ അല്ലെങ്കിൽ രോഗിയാണ്, അതോടൊപ്പം ക്ഷീണിതനാണ്, അതോടൊപ്പം അയാൾക്ക് വയസ്സാണ്, കൂടാതെ ഇപ്പൊ ഇരിക്കാൻ സീറ്റും ഇല്ല. അയാള് ബസിന്റെ കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുമ്പോ നല്ലോണം ആടുന്നു. ബാലക്കാരനെ ആടുന്നു, പിന്നെ വയസ്സമേ ആടാൻ. ഇയാൾ ഇങ്ങനെ കുറെ നേരം ആടുന്നത് ഇയാളെ സീറ്റിന്റെ അവിടെ തന്നെ. ഇയാൾ നിന്നതിന്റെ അടുത്ത് തന്നെ ഇരുന്നു. ചക്കം ഒരു ബാലക്കാരോ ഡിഗ്രിയെ PG എന്താ പഠിക്കുന്നു, അവിടെ സീറ്റിലിരുന്നിട്ടുണ്ട്. ഓൻ കണ്ട ഈ വയസ്സീൻ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ കുളിയന്റെ മരുന്നിന്റെയും തൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക് ഇടുമ്പല്ലോ ആടുന്നതും ഈ അമ്പിന്റെ മേലെ പോകുമ്പോ ഇയാൾ ഏറെ അപ്രപ്രാന്തല്ല കാണുമ്പോ ബേജാറ്. ആർക്ക്? ഈ ബാലക്കാരൻ. ഈ ബാലക്കാരോ ഇയാളെ വിളിച്ചിട്ട് ചെന്നല്ല, ഉപ്പാ നിങ്ങൾ ആ ബടി തരും, ഞാൻ മടിയിൽ വെച്ചോളെ. ബഹുമാനം ഞാൻ എണിക്കുന്ന നിങ്ങൾ ഇരിക്കുന്നല്ല, നിങ്ങളെ ബടി തരും, ഞാൻ മടിയിൽ വെച്ചോളെ. ഇതാണ് നമ്മളെ ബഹുമാനം, അതാണ് നമ്മളെ ബഹുമാനം. ഇപ്പൊ ആലിമീങ്ങളെ കണ്ടെങ്കിൽ ആലിമീങ്ങളോട് നമുക്ക് ബഹുമാനം ഉണ്ടാ, തങ്ങന്മാരോടുണ്ടാ, വയസ്സന്മാരോടുണ്ടാ. വയസ്സന്മാർക്ക് ബാല്യക്കാരോട് സ്നേഹം ഉണ്ടാ? ഇല്ല. ഞാൻ നിങ്ങളെ വിഷയം പറഞ്ഞല്ല, നിങ്ങൾ രക്ഷപ്പെടണ്ട, നിങ്ങൾ കണ്ണു വെച്ച് നോക്കുകയും വേണ്ട. ഞാൻ നിങ്ങളെ വിഷയം പറഞ്ഞല്ല, ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് രക്ഷപ്പെട്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ചെല്ലെങ്കിൽ ഉമ്മാക്കുവാന്നില്ല, പിന്നല്ലേ ഫജീർക്കാർ പെറ്റുമ്മാക്കെന്നാന്നില്ല ഉള്ളത് ഇല്ലെങ്കിൽ. അപ്പൊ ഉമ്മ ചൊല്ലുമല്ലോ, ഉള്ളൻ എന്നെ ചൊല്ലും, ഉമ്മ ചൊല്ലും, നീ വയൽ നാട്ടുകാർക്കില്ലേ മതി, അണക്കായാലും അല്ല ഉണ്ടാ. കാരണം ഉള്ളത് അല്ലെങ്കിൽ അവർക്കും പിടിക്കാല്ല. അത് ആർക്കും അങ്ങോത്തന്നെ അതിലെന്ത് വലിയ ബേജാറില്ല. പടച്ചറബ് അവൻ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ. അപ്പൊ ഈ മജ്ലിസിലുള്ള ഈ ഇരുത്തം ഇബാദത്താണ്, ഈ കേൾക്കൽ ഇബാദത്താണ്, ഈ പറയൽ ഇബാദത്താണ്, ഇതിനു വേണ്ടിയിട്ട് കൊടുത്ത ദാനധർമ്മം ഇബാദത്താണ്, അമലാണ്. എന്നാൽ ആ ഇബാദത്തിനെക്കാളേറെ അല്ലാഹ്ക്ക് ഇഷ്ടമെന്തറിയാ? ഈ മജ്ലിസിനോട് കാണിക്കുന്ന ബഹുമാനമാണ്, അദബാണ്. അത് അല്ലാഹ്ക്കേറെ ഇഷ്ടമാണ്. അതിനാ പറഞ്ഞ എതിരിലിരിക്കണോ, ചന്തത്തിലിരിക്കണോ, നല്ല സെറ്റായിട്ടിരിക്കണോ, തോന്നിയതുപോലെ എണീച്ചിട്ട് പോണ്ട, തോന്നിയതുപോലെ വന്നിട്ട് ഏതോ ഒരു മൂലയിൽ ഇരിക്കണ്ട. ഇതിനോട് നല്ല അതവും ബഹുമാനവും വേണം. കാരണം ഇത് ഫെഡ്ലൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല, ഇത് മഹിളാ കബഡി പന്ത്യാട്ടല്ല, ഇത് യക്ഷഗാന ബയളാട്ടല്ല. ഇതല്ലാന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും അനുഭൂതികളും ധാരാളം വർഷിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സാണെന്ന് ഖാല റസൂലുള്ളാഹ്. ബാറക്കായ മഹാമാസത്തിലാ ഞാനും നിങ്ങളും. അതോടൊപ്പം അല്ലാഹുവിന്റെ മഹാന്മാർ ശംസുൽ മതങ്ങളെ പോലെ അല്ലാഹുവിന്റെ ദീനിന്, ഈ സമുദായത്തിന് വലിയ നേതൃത്വം നൽകി വിശുദ്ധമായ ജീവിതം നയിച്ച് അവസാനം മരിക്കുമ്പോ എല്ലാരും കേൾക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിട്ട് മരണപ്പെട്ടു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയവരായ ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണിത്. അനുസ്മരണം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പരിപാടിയല്ല. ദിക്റുൽ അംബിയായി ഇബാദാ വ ദിക്റുസ് സാലിഹീന കഫാറാ. അലിയാണ്ട് ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലാണ്ട് എത്ര മണി വരെ അഭിനോ പാട്ട് 10 ചെല്ലാം കളയില്ലേ? അപ്പൊ കളയെല്ലാം പാടില്ല, പെർമിഷന് 10 മണി വരെ അങ്ങനെ ഇങ്ങനെയാണല്ലോ. ഞാൻ ചെന്ന 11 11:30 വരെ പോകണമെന്ന് എന്റെ അഭിപ്രായം. പിന്നെ 10 ചെല്ലുന്നതിന് പിന്നിരിക്കുക അങ്ങനെ ചെയ്ത് ഞാൻ വയലാക്കുന്നതിന് നമുക്ക് പേടിച്ചിട്ടൊന്നുമില്ല. എന്റെ ബേജാറ് ബേ ആയെന്നല്ലേ, ബേൻ തീർന്നല്ലേ, അതാണ് എന്റെ ബേജാറ്. കാരണം ഞാൻ വിഷയത്തിലേക്ക് വന്നിട്ട് അപ്പൊ ഒരു 11ഓളം പോവല്ലേ. പിന്നെ ഈ ഇലക്ഷനിൽ ആയതുകൊണ്ട് ഞമ്മ അവർ വന്നിട്ട് ആര് ആ ചോപ്പലയിട്ടിട്ടോർ വരുന്നതിന് മിന്നെ അവിടെ നിപ്പിക്കുന്നതിന് മിന്നെ ഞമ്മ നിപ്പിക്കണം. അതാണ് അതിന്റെ ചന്തം. ചെല്ലിയിട്ട് നിപ്പിക്കുന്നതിനെക്കാട്ടി മിന്നെ നിപ്പിക്കണം, അതാണ് അതിന്റെ ചന്തം. നിയമം മുന്നേ ഞമ്മ ഫോളോ ചെയ്യും. നിയമം ഒരിക്കലും ഞങ്ങൾ ലംഘിക്കണേ. അല്ലേ? എത്ര മണിയുള്ള പെർമിഷൻ അതിനാരി
പെർമിഷൻ 10 മണി. അപ്പൊ ചില കറക്റ്റ് കളവിലില്ല. കറക്റ്റ് പെർമിഷൻ 10 മണി വരെ. പിന്നെ മോശമില്ല, നമ്മൾ തന്നെയല്ലേ ഇവിടെ വലിയ നേതാറന്മാർ ഓറലുണ്ടല്ലോ, അല്ലെങ്കിൽ ഓറലുണ്ട്. നമ്മളെ പിന്നെ മൊയ്തീൻ ബാബു ഉണ്ട്, ഓറലുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടി പോലെ ആക്കും. അപ്പൊ ഒരു 10:30 ഒരു 11:00 പോവല്ല. എന്താ നിങ്ങൾ ആള് അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. മഹാന്മാരെ അനുസ്മരിക്കല്, അവരെ മൗലിദോദല്. അനുസ്മരണം എന്ന് പറഞ്ഞാൽ അവരുടെ ത്യാഗോജ്ജലമായ ജീവിതം പറയലാണ്, അവരുടെ കറാമത്ത് പറയലാണ്, അവരുടെ വിശുദ്ധമായ ജീവിതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലാണ്, അവരെ മാതൃകയാക്കാൻ മറ്റുള്ളവരെ ഉത്ബുദ്ധരാക്കലാണ്, അവരുടെ ചരിത്രം പറഞ്ഞിട്ട് അവരെ പോലെയാകാൻ ജനങ്ങളെ ഉപദേശിക്കലാണ്, അവരെ മൗലിദോദലാണ്. അതാണ് അനുസ്മരണം. മൗലിദും ചൊല്ലിയെങ്കിൽ ചില മനുഷ്യന്മാർക്ക് മൗലിദും ചൊല്ലുമ്പോൾ മൂത്രത്തിന്റെ കല്ല് തുടങ്ങുന്നു. വേറെ ഒന്നുമില്ല, അതിന്റെ താരക്കുള്ളതൊന്നുമില്ല, ശിർക്കല്ല. അപ്പോ ലാസ്റ്റ് ഫൈനൽ മുണ്ടി അങ്ങ് ശിർക്ക്. എന്നിട്ട് ഈ ശിർക്ക് എന്തീ ശിർക്ക് ഇനിയിപ്പോ റമളാൻ വരുന്നത് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ തുടങ്ങും. തറാവി അത്രയില്ല ഇത്രയില്ല അങ്ങനെ ഇല്ല എല്ലാം ഇല്ല എന്നല്ലാതെ ഉണ്ടും ചൊല്ലിട്ട് അവരെ ബായിൽ വരുന്നേ ഇല്ല. ഇപ്പൊ റജബ് 21 ഒരു നോമ്പ് വന്ന് അതും ഇല്ല. ഒരു മാസം സബർ എടുത്തിട്ട് ഷാബാൻ 15 ഒരു നോമ്പ് വന്ന് അതും ഇല്ല. ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് റമളാൻ തറാവി 20 അതും ഇല്ല. എല്ലാം ഇല്ല. ഉള്ളതില്ല 3.5 താഴെ അത്ര. ഞാൻ തമാശാക്കുന്നല്ല, കുറ്റം പറയുന്നതല്ല. ഇത് അള്ളാന്റെ ദീനാ. തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനും പറയാനും ഇത് മറ്റുള്ള മതമല്ല. ഇത് അള്ളാന്റെ ദീനാണ്. അതിന് വള്ളിപുള്ളി വ്യത്യാസമില്ല. അത് അന്ന് മുതൽ ഇന്ന് വരെ ഒന്നാണ്. ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ പോന്നെ. പുതിയ അവരെ ബുക്കിൽ വന്നിട്ടാ നിങ്ങൾ കണ്ട, നിങ്ങൾ അവിടെ കാണുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ബിസി ആയെങ്കിൽ എന്നെ കളയുന്ന നാളെ വരും ക്ലിപ്പ് കൊട്ടാഞ്ചലി നേരെ കേട്ടില്ല. അതായത് അവരെന്നെ വെക്കും. ആരും ഞാൻ പേര് ചെന്നില്ല, പേര് ചെല്ലി അയാൾ പാർട്ടി ചെല്ലി അവൻ ആക്കിയതല്ല വലുത്, ഞങ്ങൾ ചെല്ലിയതാണ് വലുത്. ഓൻ തേങ്ങ കട്ടതല്ല വലുത്, ഓൻ കള്ളം ചെല്ലിയതാണ് ഇപ്പൊ ബേജാറ്. മനുഷ്യൻ പിന്നെ കട്ടോനെ ബുദ്ധിപ്പള 4 തേങ്ങ കട്ടിട്ടുകൊണ്ട് ഒരു മുടിപ്പിൽ വിറ്റുനോ, അതാർക്കും ബേജാറില്ല. തേങ്ങ കട്ടോ അവൻ കള്ളപ്പണി എടുത്തല്ലെന്ന് കൂടുതൽ ആലോചിച്ചല്ലേ, അത് ഭയങ്കര ഇളകി കൂടെ എല്ലാവരും. അവൻ കള്ളം ചെല്ലിയല്ലേ ഞങ്ങൾ പിന്നെ കട്ടോന് പിന്നെ കള്ളാന് പൂജപ്പളയല്ല. അപ്പൊ ഞങ്ങൾ പാർട്ടി അല്ല, പാർട്ടിന്റെ വിഷയമില്ല. ഇത് പാർട്ടി അല്ല, ഇത് അള്ളാന്റെ ദീനാണ്. ഇത് അള്ളാന്റെ ദീനാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ ദീനിന്റെ ശരിയായ പാതയാണ്, രൂപമാണ്. കണ്ടില്ലേ 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം വൈറലാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തറിയുമോ ആ വീഡിയോയിലുള്ള സൗദിയിലും മറ്റു അറബ് നാടുകളിലും നടന്നൊരു കഥയാണ്. ഒരാളതാ ഒരു യൂട്യൂബർ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാള്, അയാൾ മൈക്ക് പിടിച്ചിട്ട് അവിടെയുള്ള അറബി കുട്ടികളോട്, അതായത് മക്കയും മദീനയും ഉള്ള നാട്ടിലുള്ള അറബി കുട്ടികളോട് ആ ചങ്ങായി ചോദിക്കുന്നു, അതെ റസൂലുള്ളാന്റെ ഉമ്മാന്റെ പേരെന്താ? അറബി പുള്ളന്മാരോട്, ചെറിയ കിടാക്കളല്ല, 10, 16, 17, 18 വയസ്സായ കുട്ടികളോട്, മക്കത്തും മദീനത്തും സൗദിയിലും പാർക്കുന്ന മക്കളോട്, അറബി പുള്ളന്മാരോട് അച്ചങ്ങായി ചോദിക്കുന്നതാണ്, നബി തങ്ങളെ ഉമ്മാന്റെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചോദിക്കപ്പെട്ട 9 കിടാക്കും മറുപടിയില്ല. പലരും പറഞ്ഞു ഖദീജ ബീവി, പലരും പറഞ്ഞു ഫാത്തിമ ബീവി, പലരും പറഞ്ഞു അറിയല. ഇത് പറയുന്ന അറബി കുട്ടികൾ. ഇത് വെച്ച് നോക്കുമ്പോ ഞങ്ങൾ പജീർക്കാർ എത്ര ഭാഗ്യവന്മാർ, ഞമ്മളെ കിടാവ് എത്ര വല്ല ഭാഗ്യവാനാ. ആ കിടാവിന്റെ നബിന്റെ പേരെന്ത്? നബിന്റെ ഉമ്മാന്റെ പേരെന്ത്? ബാപ്പാന്റെ പേരെന്ത്? പ്രധാനപ്പെട്ട മലായിക്കത്തീങ്ങളുടെ പേരെന്ത്? റൂഹ് പിടിക്കുന്ന മലക്കിന്റെ പേരെന്ത്? തൗറാത്ത് നൽകപ്പെട്ട നബിന്റെ പേരെന്ത് എന്ന് കേട്ടാ ഞങ്ങളെ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സും 8 വയസ്സും പ്രായമായ ഞങ്ങളെ പജേറിലെ കിടാവും മണിയായിട്ട് പൂ പോലെ പറയും. അതിന് കാരണമാരറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. സമസ്തയെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ അറബി പുള്ളന്മാർ, ഈ അറബ് നാട്ടിലുള്ള ചക്കന്മാർ പറഞ്ഞ പോലെ കണ്ടിട്ടില്ലേ? വീഡിയോ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? 200 ആരും കണ്ടിട്ടില്ലേ? അല്ല കൂടെ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലേ? അല്ല വാട്സപ്പും ഫേസ്ബുക്കും എന്തും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്നാത്ത വേലൊന്നും പോകണമെന്നില്ല. വരുന്നാത്ത മതിയായിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ അത് മതി. മനുഷ്യൻ നരകത്തിലേക്ക് എത്തിക്കുന്നതിന് വാട്സപ്പും ഫേസ്ബുക്കും.
പുതിയ ന്യൂസ്, പുതിയ വാർത്ത. അത്ഭുതപ്പെട്ടു, ലോകം അത്ഭുതപ്പെട്ടു. അറബ് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മക്കത്തും മദീനത്തും, മക്കയും മദീനയുമുള്ള വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ആ നാട്ടിലുള്ള പയ്യന്മാരോട് നബി തങ്ങളെ ഉമ്മയാരി എന്ന് ചോദിക്കുമ്പോ അറിയില്ല. ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മദ്രസയില്ല. കോട്ടും സൂട്ടും കണ്ടെങ്കിൽ എല്ലാരും അങ്ങനെയൊന്നല്ല, എല്ലാരും അങ്ങനെ വിചാരിച്ചോണ്ടായിനി. എന്നാൽ നമ്മൾ ഏത് നാട്ടിൽ ഇപ്പൊ ഈ പജീറായെങ്കിലും അപ്പുറത്ത് ഗ്രാമചാവടിയായെങ്കിലും പേരറിയില്ല, ഇനി ഏത് നാട്ടിലെ പേരെടുത്താലും ആ നാട്ടിലുള്ള കിടാക്കളുടെ പേര് കേട്ടോ. നബിതങ്ങളുടെ പേരെന്ത്, നബിതങ്ങളുമാരുടെ പേരെന്ത്, ബാപ്പാന്റെ പേരെന്ത്. ഇപ്പൊ മുഞ്ഞാന്ന് പരീക്ഷയ്ക്ക് ഇതിന് കിടാക്കല്ലോ മണിയായി. ഇനി ആര് കാരണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമസ്തയെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തലയിൽ തൊപ്പി വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. കാണുന്നില്ലേ, ഉത്തരേന്ത്യയിലല്ല ഉത്തര കർണാടകയില് എനിക്കുണ്ട് ഒരനുഭവം. ഞാൻ ജാഗ പറയുന്നില്ല. ദക്ഷിണ കന്നഡയല്ല, ഉത്തര കർണാടക. അവിടെ അതാ ഒരു നബിദിന പരിപാടിക്ക് പോകുന്നു, റബീഉൽ അവ്വൽ പരിപാടിക്ക്. അവിടെ ചെന്നിട്ടതാ കുറെ ആൾക്കാരുണ്ട് അവിടെ പള്ളിയില്. സുബ്ഹാനല്ലാഹ്, മൗലിദും അതുപോലെ തന്നെ അവരെ ജാഥയാ, പച്ച നാട് കെട്ടിയിട്ടുള്ള അവരെ തുള്ളലും മാത്രമാണ്. പിറ്റേന്നാണ് പള്ളിയിലുള്ള വേറെ പരിപാടി. ഒരു നാക്ക് പിന്നെ കിടാക്കള പരിപാടിയും കാര്യങ്ങളും. പിറ്റേന്ന് പള്ളിയിൽ മൗലിദും ഷീറണിയും. അങ്ങനെ കിടാക്കള പാട്ടും നാത്തും കൂത്തും എല്ലായി. പിന്നെ എല്ലാരും എണിച്ചിട്ട് പോകുമ്പോക്ക് പള്ളിന്റെ പ്രസിഡന്റാ സെക്രട്ടറിയാ ഗൗരവ അധ്യക്ഷനെന്നറിയല. അയാൾ എണീച്ചെന്നിട്ട് ചെല്ലാൻ പറഞ്ഞ, നാളെ ബറുവാക യാറു എന്നെ ആക്കಬೇಡಿ. നാളെ മൗലിദും ഇതെല്ലാം ഉണ്ടോ, നാളെ ബറുവാക എന്നെ എണ്ണ ചെല്ലിട്ട് തേങ്ങണ്ണല്ല. ഇന്ന് ഇട്ടത് സാരമില്ല അതിന്റെ മഫൂമോ എങ്ങനുണ്ടോ? ഞമ്മ ഊടാണ് ചെല്ലള്. നാളെ വരുമ്പോ തലക്ക് തൊപ്പിയാക്കാണ്ട് വന്നിട്ടുണ്ടാ. നല്ല അച്ചടക്കത്തിലും നല്ല മട്ടത്തിലും വരി, നല്ല ബെൽറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല കോലത്തില് വരി. ലേറ്റാക്കിയിട്ട് വരണ്ട, ഷീറിന് കൊടുക്കുമ്പോ തന്നെ വരണ്ട, കുറച്ച് മുന്നേ വന്നെങ്കിൽ പിന്നെയും നല്ലത് എന്നിങ്ങനെയാണ് ഞമ്മ പറയല്. ആ ഭാഗത്ത് ഞമ്മ കേട്ടതാണ്, നാളെ ബറുവാകെ എണ്ണയാക്കಬೇಡಿ മറ്റന്നാക്കി. അല്ല, ഇതവർക്ക് ചെല്ലേണ്ടി വന്ന എന്തുകൊണ്ട്? അതാണ് അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ദുരന്തനുഭവമാണ്. മുസ്ലിമോ, പേരുകൊണ്ട് മുസ്ലിമോ, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. ഇസ്ലാമിന്റെ പേരല്ലാതെ ഇസ്ലാമിന്റെ ഗന്ധഗാളി അവരെ ജീവിതത്തിലില്ല. ഇസ്ലാമിന്റെ ആചാരങ്ങളില്ല, സംസ്കാരങ്ങളില്ല, ഈമാനില്ല. ഇസ്ലാമിന്റെ ഒരു ഭാഗത്തും അവർ എത്തിയിട്ടില്ല. പേര് കേട്ടെങ്കില ഞങ്ങളെക്കാൾ യുദ്ധത്തിന്റെ പേര് ഗുലാം അഹമ്മദ് ഖാൻ റസൂൽ, മുഫ്തി ഇബ്രാഹിം ഖലീലുർ റഷാദിൽ ബഗ്ദാദി. പേര് കേൾക്കുമ്പോ 3 ഒട്ടർലി അല്ലാഹു ചൊല്ലണം, അങ്ങനത്തെ പേര്. ഞങ്ങളത് കുഞ്ഞബ്ദുള്ള, മോഞ്ഞി, നല്ല പേര് തന്നെ, മുഹിയുദ്ദീൻ എന്നതാണ്. അല്ല, അവിടുത്തെ ഓരോ പേരുണ്ടായിട്ട് കാര്യം എന്ത്? എന്റെ പള്ളിന്റെ സൈഡില്, നമ്മളെ പള്ളിന്റെ അവിടെ അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു പേരില് ഗ്രാനൈറ്റ് ഇടുന്നു, ഭയങ്കര ജോറായി. കുറെ നാളായി പണി നടക്കുന്നു. ഇപ്പല്ല, കുറച്ച് മുന്നേ 1-2 കൊല്ലായി. അപ്പൊ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഈ പേപ്പറെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ ആ സൈഡിലാണ് ഇടുന്നത്, ആ ഗേറ്റിന്റെ അവിടെ. അപ്പൊ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വെള്ളിയാഴ്ചന്റെ അന്ന് മദ്രസെല്ലാം ലീവ് ആയതുകൊണ്ട് കിടാക്കൊന്നും ഉണ്ടാകുന്നില്ല കൊണ്ടുതരാൻ. അപ്പൊ പിന്നെ അവര് 9-9:15 ആകുമ്പോ നമ്മൾ തന്നെ മെല്ലയിൽ അങ്ങനെ പോയിട്ട് കൊണ്ടുവരുന്നതാണ് പേപ്പറെല്ലാം. അവിടെ ഗേറ്റിലുണ്ട്, പള്ളിക്കുള്ള പേപ്പർ, നമുക്കുള്ള പേപ്പർ. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ പേപ്പർ വെള്ളിയാഴ്ച പോകുമ്പോ അവിടെ പണിക്കാറുണ്ട്, എല്ലാം ബയ്യമ്മ. അവരെ പേരും ഊരെല്ലാം കേട്ട് പേരെല്ലാം പറഞ്ഞ് നല്ല നല്ല പേര് കേട്ടെങ്കിൽ ഈ മാനി നമുക്ക് കേറിപ്പോ, അങ്ങനത്തെ പേര്. അങ്ങനെ പരിചയപ്പെട്ട് അവസാനം നോക്കുമ്പോ 7 ആളോ 9 ആളോ എന്തുണ്ട്, അതിൽ 3 ആളും ഹാഫിലിങ്ങളാണ്. മനോഹരമായ ഖുർആൻ ഓതുന്നു. ഞങ്ങൾക്ക് പോലും അറിയാം, ഞങ്ങൾക്കല്ലോ ആ സ്റ്റൈലില്ല അവരെ പോലെ. ഒന്ന്. രണ്ടാമത്, ഇനി എത്ര വലിയ എന്നെ പോലത്തെ മൂലാറായെങ്കിലും അമ്മയത്തെ സാലുവിന്റെ താതക്കല്ലാണ്ട് അതിന്റെ അപ്പുറം ഓതാൻ അറിയാം. അതെന്നെ അറിയുന്ന പിന്നെയും നോക്കണം. അള്ളാഹ് കാത്ത് കിതാബിലുള്ളത് ചെറിയ ചെറിയ സൂറത്ത് തന്നെ ഓതണോ? ഏതോ ഒരു കമ്മിറ്റിക്കാർ പാസ്സാക്കിനല്ല, ഉസ്താദ് നിങ്ങൾ ഈ കുറി ആവേല ഞങ്ങൾ ആള് ചേഞ്ച് ആക്കുന്നത്. എന്ത് നിങ്ങൾ ചെറിയ ചെറിയ സൂറത്ത് ഓതുന്നു? സത്യത്തിൽ എല്ലാ കിതാബിലും ഉണ്ട് നിസ്കാരത്തിൽ ചെറിയ സൂറത്ത് തന്നെ ഓതണ്ടേ. ബെൽദ് ഓതാന കയ്യ, ബെൽദ് ഓതണം കൊണ്ടൊക്കെ ഔത്ത് പോയിട്ട് ഓതും, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചു ഓതും. ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്തെ ഓതണോ?
ഇത് ഓരോരോ കമ്മിറ്റിക്കാർ പുതിയത് വരും, പുതിയ പുതിയ കമ്മിറ്റിക്കാർ വരുമ്പോൾ പുതിയ പുതിയ നിയമം. ഇത് ബൈബിളും തൗറാത്തും കൊണ്ടുവന്ന പോലെ ഇരിക്കട്ടെ. ഈ മാർബിളുടെ പണിക്കാർ അവരിൽ വിഷയാക്കി അവരെ നാമവും അവരെ ഊറും അവരെ വീടും എല്ലാം കേട്ട് പേരെല്ലാം ചെലുത്താൻ ഭയങ്കര കുസിയായി. ഏത് വട്ടം വെള്ളിയാഴ്ചല്ലേ പണിയോടെ പണി. സുബ്ഹാനല്ലാഹ് 12:40 ഓലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറങ്ങി മുക്കുറിക്കാൻ ഉറങ്ങി ബാങ്ക് കൊടുക്കാൻ പോയിനാള് അപ്പൊക്കും ആട മുറിക്കുന്ന 3 ഹാഫിലിങ്ങൾ അങ്ങനെ ഓലെല്ലാം എടുത്ത് കോട്ടിട്ട് സൂട്ടിട്ട് എല്ലാം കേട്ട് കുത്തുപാക്കും കയറി എപ്പോഴും ഓറ് മുറിക്കുന്നല്ലേ. കുത്തുഭാവം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അപ്പൊ എന്തും ശുദ്ധിയില്ല. കാരണം ഒരു സ്റ്റോപ്പ് ആക്കിയിട്ട് അവിടെ അതിന്റെ മേലെ കടന്നു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് ബേച്ചിട്ടല്ല ഞാൻ ഒന്നും കൂടി അവിടെ പോയിട്ട് കേട്ട് ബിൽക്കുൽ പിന്നെ വെള്ളിയാഴ്ച ഹാഫിൽ എങ്ങനുണ്ട്? ഈനെക്കാട്ടി നമ്മൾ ഇസ്മാലി നല്ലേ. എന്തേ എപ്പോഴും വെള്ളിയാഴ്ച പള്ളിക്ക് വന്നു. ശനിയാഴ്ച ഞായറാഴ്ച ഇനി കൊല്ലത്തിൽ എപ്പോ വന്നല്ലോ റമദാൻ 3 വന്നിരുന്നു. ഫസ്റ്റ് ഒന്നും പിറ്റൊന്നും അതിന്റെ പിറ്റൊന്നും പിന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഓനെ നോക്കണ്ട. ഓന്റെ വിഷയമല്ല, ജാഗതിക മട്ടದಲ್ಲಿ ಅಂತಹ ವಾತಾವರಣ നിങ്ങളെ വിഷയം ഇതിനെല്ലാം കാരണം നമുക്ക് ഈ ഒരു മാറ്റം, ഈ ഒരു ബോധം, ഈ ഒരു ഈമാനികമായ ഒരു ആവേശം, ഇതിന്റെ പിന്നിൽ നമുക്കുണ്ടായ ഊർജം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അല്ലാഹു അതിന്റെ നേതാക്കൾക്ക് പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന, സമസ്തക്ക് നേതൃത്വം നൽകുന്ന അതിന്റെ മഹാന്മാരായ സദാതീങ്ങള്, അലിമീങ്ങള്, ഉമറാക്കള്, അതിന്റെ ഖദീമീങ്ങള്, അവർക്കൊക്കെയും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുമുള്ള എല്ലാ നബിമാരും ലോകത്ത് വന്നിട്ട് പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ്. അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിമാരും വന്നിട്ട് പറഞ്ഞത് ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹാൻ, ഇബാദത്തിനർഹാൻ അല്ലാഹു അല്ലാതെ വേറൊരാളില്ല. കല്ലുകരട് കാഞ്ഞിര കുറ്റി മുതല മുള്ളമുരട മൂർഖം പാമ്പ് വരെ ഇവിടെ മുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്നു. പക്ഷേ ഞങ്ങളെ നിലപാടതല്ല. ആകാശഭൂമികളായും ഈ ലോകത്തുള്ള സർവചരാചരങ്ങളായും അണ്ഡകടാഹങ്ങളായും എല്ലാ ഗ്രഹങ്ങളായും ഇവിടെയുള്ള സകലമാന വസ്തുക്കളായും അടക്കി ഭരിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന ഇലാഹായ റബ്ബ് അല്ലാഹ്. ബഹുമാനപ്പെട്ട മുസ്തഫ ഇങ്ങോട്ട് വരും. പോവാ നിങ്ങൾ തിരക്കുള്ള ആള് നിങ്ങളെ കാട്ടി പിന്നെ ഞങ്ങൾക്ക് അറിയാം. അയാൾ നേരത്തെ ഉണ്ട്. ഫ്ലാഗ് ഓൺ ചെയ്യുമ്പോ പതാക ഉയർത്തുമ്പോൾ ഇടുണ്ടായിന്. മാത്രമല്ല എന്നെ ഈ പരിപാടിന്റെ ആൾക്കാർ ആരും ഈ നിമിഷം വരെ വിളിച്ചിട്ടേ ഇല്ല. ഈ നിമിഷം വരെ വിളിച്ചിട്ട് എന്നെ എല്ലാം കൊണ്ട് വിളിക്കാൻ ഏൽപ്പിച്ചതും എന്നെ വിളിച്ചതല്ല അയാൾ തന്നെ. അയാൾ ഇന്ന് 4 വട്ടം വിളിച്ചിട്ടേ. മാരുബാങ്കിന്റെ കുറച്ച് പിന്നെ വിളിച്ച്, അതിന്റെ പിന്നെ വിളിച്ച്, നിങ്ങൾ വന്നാരല്ലേ എത്തിയാരല്ലേ ഇവിടെ ഇരിക്കുമ്പോ വിളിച്ച്, ഇവിടെ ഇരുന്നപ്പോ എന്നോട് വിളിച്ചിട്ട് കേൾക്കുന്ന ബെയ്ച്ചല്ലേ ഒരു ഉമ്മ കേൾക്കും പോലെ. അതായത് അവർ ഏറ്റെടുത്ത ഒരു ജവാബ്ദാരി അവർക്ക് അത്ര നല്ല ബോധാണ്. സത്യത്തിൽ ഇപ്പോ അയാളെ നാടല്ല ബജീർ, എനക്കറിയും അയാളെ കിന്യ. അയാൾ ഇത്തരെല്ലാം ആക്കി ഇതിന് വേണ്ടതെല്ലാം ഏറ്റെടാക്കി ചെല്ലിട്ട് നിങ്ങൾ ബയ്യ പോകുമ്പോ ഒരു 1000 രൂപ ആറ് കൊടുക്കുന്നു. എനക്ക് വിശ്വാസമില്ല, അയാൾക്ക് ആശയില്ല. എന്നാലും അവരവരാ പണി വിട്ടു അല്ലേ. അതിന് എത്ര പണിയെടുത്തും അവർ അങ്ങനെ നിങ്ങളെ പണിയല്ലേ, അത് നിങ്ങളെ പണിയല്ലേ. പണി തന്നെ. പെരുന്നാണ്ടി പണി ചന്താക്കണമെങ്കിൽ അവരൊന്ന് സന്തോഷിപ്പിക്കണ്ടേ. സാധാരണ തേങ്ങ എടുക്കാൻ വന്നവനെ, തെങ്ങിന്റെ മുറത്ത് കളക്കാൻ വന്ന പയ്യനെ എത്ര വില, എത്ര കൂലി, എത്ര 600 മാഷ എല്ലാം ആക്കി ചായാലും കൊടുത്തു. പോകുമ്പോ ഒരു 650 കൊടുത്താ അതോന് എന്തോ ഒരു സന്തോഷം, അതൊരു റാഹത്താണ്. അത് അല്ലാഹുവിന് ഇഷ്ടം. പണിയല്ലേ നീയുടെ പണിയെങ്കിൽ നിങ്ങൾക്കെന്താ? അവരാ പണി അവർ നമ്മളെ നാടിത്. ഇത് നാട് വേറെ, അല്ലെങ്കിൽ ഗ്രാമം വേറെ, അല്ലെങ്കിൽ ശാഖ വേറെ, ക്ലസ്റ്റർ വേറെ എന്നൊന്ന് ചിന്തിച്ചിട്ട് സത്യം പറയട്ടെ എന്നെ എപ്പോഴേ അയാൾ ബുക്കാക്കി 2.5 മാസം 1.5 മാസം എന്തായി. ഇടക്കിടക്ക് കേൾക്കുന്നത് വേറെ അപ്രപ്പർ ആയിട്ടില്ലല്ലേ, നിങ്ങൾ ഡേറ്റ് അപ്രപ്പർ ആയിട്ടില്ലല്ലേ, ഡയറിയിൽ മിസ്സായിട്ടില്ലല്ലേ, നിങ്ങൾ വരുവല്ലേ, കാണാൻ വരണ്ടല്ലേ.
ഞാൻ ചെല്ലി ഇങ്ങനെ കാണാൻ വരുന്നതിന് കാണാൻ വരാം, ഇത് മതി ഇത് മതി. അല്ലെങ്കിൽ അവർ വിളിക്കണമെന്നുണ്ട്, എന്തിനു വിളിക്കണം? നിങ്ങൾ ഏൽപ്പിച്ചു പിന്നെ ധാരാളല്ലേ. ഇവിടെ ഇരുന്ന് പിന്നെ പ്രസംഗിച്ചോണ്ടോ അപ്പനോട് വിളിച്ച ബെയ്ച്ചിനല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അവരൊരു ഉത്തരവാദിത്വ ബോധം, ആ ഒരു ജവാബ്ദാരി. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്ക് നാളെ മദ്രസ ഉണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയിൽ വേറൊരു പരിപാടിക്ക് പോയിട്ട് ആടെയും പോയിട്ട് വാങ്ങിട്ട് വന്ന് എന്നെങ്കിലും സന്തോഷം തന്നെയാണ്. അവർക്ക് റാഹത്ത് തന്നെയാണ്. ഞമ്മ അവർ ബന്ധ പെട്രോളിന്റെ പൈസ കൊടുക്കുന്നില്ലെങ്കിലും അവർക്കതിൽ സന്തോഷം തന്നെയാണ്. നമ്മൾ എല്ലാ കാര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ത്യാഗം, ഈ പാച്ചള്, ഈ വരവ്, അത് അല്ലാഹുക്കുള്ളവരമലായി അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ സ്നേഹബന്ധം അല്ലാഹു ഊട്ടിയുറപ്പിക്കട്ടെ. ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടോർ കുറെ ആളുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത കുറെ ആൾമാരുണ്ട്. ഇതിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത കുറെ മനുഷ്യന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ആദം നബി അലൈഹിസ്സലാം തൊട്ട് മുസ്തഫായ റസൂലുള്ളാഹി പഠിപ്പിച്ച മതം ഒന്ന്, ആചാരങ്ങൾ ഒന്ന്, വിശ്വാസം ഒന്ന്, അങ്ങനെ പിന്നീട് പ്രവാചക ശൃംഖലയ്ക്ക് അവസാനം കുറിച്ചിട്ട്, പരിസമാപ്തി കുറിച്ചിട്ട്, ഫൈനലായിട്ട് മുസ്തഫായ റസൂലുള്ളാഹി വന്നു. ലാ നബിയ ബഅദി, ഇനി എന്റെ ശേഷം നബി വരാനില്ല. അല്ലൗമ അക്മൽതു ദീനകും, ഇന്നത്തോടുകൂടി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാം പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം പോലും വിട്ടുപോയിട്ടില്ല. വരാനുള്ളതും വന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും എല്ലാം അല്ലാഹു തീർത്തു തന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി വന്നിട്ട് ലോകത്തോട് പറഞ്ഞു, ഹബീബായ നബി തങ്ങളെ കണ്ടിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, കർമ്മങ്ങള്, വിശ്വാസങ്ങള്, ചിന്താധാരകള് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിച്ചവരാണ് സഹാബത്തുൽ കിറാം. നബിതങ്ങളെ കണ്ടവര്, നബിതങ്ങളെ കണ്ടിട്ട് പഠിച്ചവര്, നബിതങ്ങളെ കണ്ടിട്ട് കേട്ടിട്ട് പഠിച്ചവര്, നബിതങ്ങളിൽ നിന്നിട്ട് നേരിട്ട് മനസ്സിലാക്കിയവര്. അവർ ആചാരം, ദീന് വള്ളിപുള്ളി വ്യത്യാസപ്പെടാതെ, കളങ്കപ്പെടാതെ, ഒന്ന് കൂട്ടാനോ കുറക്കാനോ ഇല്ലാതെ യൂറോപ്പ് കൺട്രിയിലും ഏഷ്യ കൺട്രിയിലും ഏതുവരെ ഞങ്ങളെ ഈ മലയാളക്കരയിലേക്ക് പോലും സഹാബത്ത് ദീന് കൊണ്ടുവന്നു. ഞങ്ങളെ മംഗലാപുരത്തെ വലിയ പള്ളി, ബന്ദർ പള്ളി, ഇന്നത്തെ സീനത്ത് ബക്ഷ് എന്ന് പറയുന്ന പള്ളി, സീനത്ത് ബക്ഷ് എന്ന പേരിട്ടത് ടിപ്പു സുൽത്താനാണ്. ഒരു ചർച്ച ഉടല്ലേ, ആര് കൊന്ന ടിപ്പു സുൽത്താനെ? ഉരിഗൗഡ, നഞ്ചേഗൗഡ. അത് നഞ്ചുള്ളവൻ പണ്ണി ചെലറ്റാക്കി, അങ്ങനത്തെ ഒരു വിഷയമില്ല. നഞ്ചേഗൗഡ, ഉരിഗൗഡ, എന്ത് അല്ല, വെറുതെ മനുഷ്യന്മാർ ഇങ്ങനെ വിശ്വാസാക്കുന്നത്. അല്ലെങ്കിൽ മീത് നാച്ചങ്ക അന്നേ ചെല്ലി 2, 3, 4, 5 മാസമായി തോന്നുന്നു. അരി ഒരു വലിയ ലീഡർ അവിടുന്ന് ഒരു വാർണിംഗ് കൊടുത്തിന്, ചരിത്ര തിദ്ദുപടിയാക്കണോ, ഇതിഹാസ തിരുത്തണോ. അതിന്റെ ഭാഗമാണ് ഇതല്ല. അത് അവിടുന്ന് വാർണിംഗ് വന്നു. ഡൽഹിയില് നമ്മളെ പ്രസിഡന്റ് രാഷ്ട്രപതി ഭവനത്തിന്റെ ഉണ്ടായ പിന്നെ മുഗൾ ഉദ്യാന, അതിന്റെ പേരും ചേഞ്ച് ആക്കി രാഷ്ട്രപതി ഉദ്യാന എന്നാക്കി. അതിനെന്താക്കുന്ന പേര് ചേഞ്ച് ആക്കി, ബാപ്പ ചേഞ്ച് ആക്കി. ബാപ്പ ഒന്നല്ലേ, പേരെല്ലാം ചേഞ്ച് ആക്കി. അതിന് പ്രശ്നമൊന്നുമില്ല, അതല്ല വിഷയം. ചരിത്രത്തിന് തിദ്ദുപടിയാക്കണോ? സത്യസന്ധമായ ചരിത്രം ഇല്ലാതെ കടലത്തടിയ ഭാർഗവ കാരണത്തിന്റെ ചരിത്ര ബുക്ക് വായിക്കുക, പത്മശ്രീ അനന്ത്കുമാറിന്റെ ചരിത്ര ബുക്ക് വായിക്കുക, ഞങ്ങളെ മലയാളക്കരയിലേക്ക് വന്നെങ്കിൽ KK കുറുപ്പിന്റെ ചരിത്ര ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ പിന്നെ വീരേന്ദ്രകുമാറിന്റെ ചരിത്ര ബുക്ക് വായിക്കുക, എഴുത്തച്ഛന്റെ പുസ്തകം വായിക്കുക. സത്യസന്ധമായ ചരിത്രമാണ് അതില് ടിപ്പു സുൽത്താനെ കൊന്നത് ഉരിഗൗഡനോ അല്ല, നഞ്ചേഗൗഡനോ അല്ല. ഇത് കേൾക്കുമ്പോൾ അണക്ക് തിരിഞ്ഞില്ല, ആരോ നഞ്ചുള്ളൂറാക്കിയ വിഷയം അല്ല. ഞാൻ ആ ഭാഗം പോകുന്നല്ലേ, ഇരിക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. അത് വേറൊരു വിഷയമാണ്. ആ മംഗലാപുരത്ത് ആ വലിയ പള്ളിക്ക് ചെമ്പിന്റെ മാടാക്കിയത് മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു തങ്ങളാ. ചരിത്രം പഠിക്കണോ? നമ്മൾ ചരിത്രം പഠിക്കണം. കാരണം അവന് വോട്ട് ഇത്ര കിട്ടോ, ഓന് വോട്ട് ഇത്ര കിട്ടോ, എത്ര കിട്ടി നമുക്ക് എന്ത്, നാട് നന്നാക്കിയാൽ മതി, ചന്താക്കിയല്ലേ. പിന്നെ വോട്ട് വെടക്കാക്കുന്ന കുറെ ആളുണ്ടല്ലേ, ഇരിക്കട്ടെ, അത് വിട്. ചെല്ലിങ് നാളെ ഔട്ട് വരും, ക്ലിപ്പു വാട്സപ്പിൽ കോട്ടം വെച്ചിട്ട് കൊട്ട കൊട്ട ചട്ട.
നമ്മളെ വിഷയം അതൊന്നുമല്ല. എന്നാലും ആ മംഗലാപുരത്തെ പള്ളി അത് ഉണ്ടാക്കിയത് മഹാന്മാരായ സഹാബികളുടെ കാലത്ത്. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും 12 പേരടങ്ങുന്ന സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് ഈ മണ്ണിലേക്ക് വന്നവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ 5 എന്ന് പറഞ്ഞെന്ത്? ഹിജ്റ 5 എന്ന് പറഞ്ഞെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിജ്റ പോയിട്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയതിന്റെ പേരാണ് ഹിജ്റ. ആ ഹിജ്റ പോയിട്ട് 5 ആണ്ട് കഴിഞ്ഞപ്പോ 5 ആണ്ടാകുമ്പോ നബി തങ്ങൾക്ക് വയസ്സ് എത്ര? നബി തങ്ങൾ ഹിജ്റ പോയത് എത്ര വയസ്സിൽ? 53 വയസ്സിൽ. നിങ്ങൾ ചെല്ലണ്ട, നിങ്ങൾ ആരും ചെല്ലിയിട്ടുണ്ട്. ചെല്ലാനായിട്ടാണ് കോറും ആർക്കറിയാം. അതൊന്നും പറയല്ല, നമുക്ക് ബാക്കി എല്ലാം അറിയും. രാഷ്ട്രപതിന്റെ ഉമ്മാന്റെ പേരെന്ത്, ആ ചങ്ങായിന്റെ ജനന തീയതി എപ്പോ, ബൊമ്മയിന്റെ നാടോടെ, യെഡിയൂറപ്പന്റെ കുടുംബമാടെ, ബൊമ്മയ്ക്ക് മക്കത്ര, അയാൾക്ക് മക്ക, ഇതല്ലേ നമുക്ക് ബൈഹാർത്ത. ഇതൊന്നും നമുക്കറിയാം, ഇതൊന്നും നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ, അതായത് നബി തങ്ങൾ ഹിജ്റ പോയത് 53-ാമത്തെ വയസ്സിലാണ്. 53 × 5 കുണിസു 5 എത്രയായി? നിങ്ങൾ ഗണിതം ഓദിക്കേ അല്ലെ? എല്ലാം ഞാൻ തന്നെ ചെല്ലണം. അപ്പൊ എത്രയായി? 53 5 58. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയില് 58 വയസ്സുകാരനായി അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, 58-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മലയാളക്കരയിലേക്ക് ദീനിന്റെ പ്രബോധനവുമായിട്ട് വന്നവരാണ് സഹാബത്തുൽ കിറാം. അവർ കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങുന്നു. പിന്നീട് ഇവിടെ പള്ളി ഉണ്ടാക്കുന്നു. കാസർഗോഡ് വരുന്നു, മംഗലാപുരം വരുന്നു, ബാർക്കൂർ വരുന്നു. അങ്ങനെ നാടിന്റെ പല ഭാഗത്തും അവർ പള്ളികൾ ഉണ്ടാക്കുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ച് ദീനിന്റെ പ്രബോധനം നടത്തുന്നു. ഖാലിമാരെ നിയമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരവസ്ഥ ഇവിടെ വന്നിട്ട് 1300 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ 1400 ചില്ലാനം കൊല്ലായി. ഏതായാലും സമസ്ത ഉണ്ടാക്കുന്നതിന് മുന്നേ 1300 കൊല്ലം. സമസ്ത ഉണ്ടാക്കിയിട്ട് 100 കൊല്ലം ആവാൻ വേണ്ടി പോന്നു. എപ്പൊക്കെ? 2026 2026 100 വർഷം. ഈ വരുന്ന അറബി ഭാഷ, അറബി മാസം അനുസരിച്ചിട്ട് ഈ വരുന്ന ദുൽഹജ്ജിക്ക് 100 കൊല്ലം. അറബി ഭാഷ, അറബി മാസം ഇല്ലേ, മുഹറം സഫർ, അതനുസരിച്ച് കണക്കൂട്ടുന്നെങ്കിൽ ഈ വരുന്ന നെക്സ്റ്റ് വരുന്ന ദുൽഹജ്ജ് മാസാകുമ്പോ 100 ആണ്. ഇംഗ്ലീഷ് മാസം അനുസരിച്ചിട്ട് 2026. അന്തസ്തത്ര ലോങ് അതങ്ങനല്ലേ. 33 ആണ്ടാകുമ്പോ ഒരാണ്ട് കൂടുമല്ലോ. അറബി ഭാഷയിൽ 33 ആണ്ടായോനി, ഇംഗ്ലീഷ് ഭാഷയിൽ 33 ആണ്ടായോനി, അറബി ഭാഷ കണക്കൂട്ടുമ്പോ 34 ആണ്ടാവും. നിങ്ങൾ വേണം കണക്കൂട്ടി നോക്കി. അതെയാണോ? ടൈമില്ല, നിങ്ങൾ വരുന്നാട്ട് വയൽ വെക്കാം. അപ്പൊ ചെല്ലാം. ഇപ്പൊ ടൈമില്ല, അത് പിടി. സഹാബത്തുൽ കിറാം വന്ന് ഇവിടെ പ്രബോധനം നടത്തി. എല്ലാവർക്കും ഒരേ ആചാരം, എല്ലാവർക്കും ഒരേ വേഷഭൂഷണം, എല്ലാവരുടെ ഈമാനും ഒന്ന്, എല്ലാവരുടെ ഇസ്ലാമും ഒന്ന്, എല്ലാവരും കൈകെട്ടുന്നവരെ ജാഗല്, എല്ലാവർക്കും തറാവി 20. അന്നല്ല സഹാബത്തിനെ, അന്നുള്ള മുസ്ലിമീങ്ങൾക്ക് ഉമ്മായിട്ട് പെണ്ണുണ്ടായിന്, ഭാര്യമാരായിട്ട് പെണ്ണുങ്ങളുണ്ടായിന്, പെങ്ങന്മാരായിട്ട് പെണ്ണുങ്ങളുണ്ടായിന്, പെണ്ണുമക്കളായിട്ട് പെണ്ണുങ്ങളുണ്ടായിന്. പക്ഷെ അന്ന് തൊട്ടിന്നോളം അവരുടെ പെണ്ണുങ്ങ പള്ളിക്ക് പോയ ചരിത്രമില്ല. എല്ലാം ഇതിന്റെ മട്ടം പോലെ പോയി. എത്ര ആണ്ട് പോയി? 1300 ആണ്ട കാലം. ചർച്ചയില്ല, ഭിന്നമതയില്ല, അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാരും ഒരേ ആശയം. ഒരു 100 ആണ്ടിപ്പുറാണ് ചർച്ച. തറാവി ഇല്ല, തറാവി 8, തറാവി 11. ഇപ്പൊ അവസാനം പുതിയ ന്യൂസ് എന്തറിഞ്ഞ നോക്കിയാലേ നിങ്ങൾ, എന്തെല്ലാം മനുഷ്യന്മാർ ആരില് ചെല്ലണ്ടി. ഇത് കേക്കി ഏടക്ക് എത്രയോ കാലം. ഓരോരുത്തർ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വന്നു. എന്നിട്ട് ദീനുൽ ഇസ്ലാമിന്റെ മുറത്തേക്ക് അവർ കത്തിവെച്ച ദീനിന്റെ ആചാരങ്ങളെ ചോദ്യം ചെയ്തു, പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങളെ കാലത്ത് തറാവീഹ് 20 ആണ്. സഹാബികളെ കാലത്തും തറാവീഹ് 20 ആണ്. സിദ്ദീഖ് തങ്ങളെ കാലത്തും തറാവീഹ് 20. അന്നെല്ലാം അവിടെ ഓരോരോ സഹാബികൾ ഇമാമായിട്ട് അവരെ ബാക്ക് അങ്ങനെ ഗുമ്പായിട്ട് നിസ്കരിക്കും. എന്നാലും തറാവീഹ് 20 തന്നെ.
ആ കിടാക്ക റോട്ടിലെ പായുമ്പോ ഒന്ന് നോക്കിക്കോളി. അവലെ ബൈക്ക് അതെല്ലാം ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടുണ്ടോ. ചെറിയൊരു കിടാവ് അങ്ങോട്ട് പാസ്സാനേയും കണ്ട ഒരു ബൈക്ക് പോകുന്നതിന്റെ ഇടയിൽ കുറച്ച് ജാഗ്രത ആയിക്കോളി. അള്ളാഹു ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും കാക്കട്ടെ. ഇങ്ങനെ നോക്കി. അല്ലെങ്കിൽ എല്ലാരും കാക്കാൻ വേണ്ടിട്ട് എല്ലാരും പോകണമെന്നില്ല, ഒരാൾ പോയി മതി. എന്ത് ഞാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു സഹാബികളെ കാലത്ത് ഉമർ ഖത്താബ് തങ്ങൾ വരുന്നത് വരെ തറാവി എല്ലാവർക്കും 20 തന്നെ. എപ്പോഴും മക്കത്തും മദീനത്തും അന്നും ഇന്നും. കൂടെ മാത്രം ഈ ചങ്ങായിക്ക് തറാവി 20, തറാവി 8, തറാവി 11, തറാവി ഇല്ല. ബാക്കി എല്ലാ വിഷയമുണ്ടുമ്പോ, മൗലിദിന്റെ വിഷയമുണ്ടുമ്പോ, റാത്തിബിന്റെ വിഷയമുണ്ടുമ്പോ, ഈ അനുസ്മരണന്റെ വിഷയമുണ്ടുമ്പോ ചങ്ങായി ഞങ്ങൾ എന്നും പറഞ്ഞാൽ മക്കത്തൊക്കെ നോക്കിയാല, മദീനത്തൊക്കെ നോക്കിയാല, ആടെ ഉണ്ടാ നോക്കിയാല. തറാവിന്റെ വിഷയമുണ്ടുമ്പോ നേരെ തിരുവനന്തപുരത്തൊക്കെ നോക്കിയാല. അപ്പൊ മക്ക മദീനയില്ലേ എന്തേ അവിടെ 20 ഓന്റെ ആപ്പീസ് ഊരു അങ്ങ് നോക്കിയാൽ മനുഷ്യന്മാർ ചിന്തിക്കണ്ടേ, ഇതെന്ത് ദീനല്ലേ, ഇത് കുട്ടികളിയാ? തോന്നിയതുപോലെ ഏറിക്കാനും കുറക്കാനും ഇല്ല, ഉണ്ടോ തൗഹീദ്, അത് ഇത്. എന്ത് ദീനല്ലേ? ഇത് ഈമാനല്ലേ? ഇത് ആഖിറത്തിന്റെ വിഷയമല്ലേ? ഇത് അല്ലാഹുവിന്റെ ദീനല്ലേ? ഇതെന്ത് കുട്ടികളിയാ? തോന്നിയതുപോലെ ഓരോരുത്തർ പറയാൻ അത് മറ്റുള്ള മതക്കാർക്ക് പറ്റും, നമുക്ക് പറ്റാല. അവർക്ക് അവരുടെ മതമേലാളന്മാർ, മതത്തിന്റെ വലിയ വലിയ ആചാര്യന്മാർ അവർ തീരുമാനിച്ചതുപോലെ തീരുമാനം നടക്കും. അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അവരുടെ പാതിരിമാർ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കിയെടുത്തിട്ട് കുംഭസരിച്ചെങ്കിൽ ക്ലിയറായി, പാപെല്ലാം പുറത്തിട്ടായി, നീ പോ, നമുക്കത് നമ്മളെ ഉസ്താദിന്റെ അടുത്ത് പോയി, ഉസ്താദെ ഞാൻ എന്തോ കട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ കളജില് പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയി ചെല്ലാമ്പോ ഉസ്താദ് ഞങ്ങളെ ആവാ നിന്നെ ഞാൻ ഔദിലേക്ക് മുക്കിലെടുത്ത് പാപം പൊറുക്കും. മറ്റു മതത്തിൽ അതുണ്ട്. ഇത് ഇസ്ലാമാണ്, ഇത് അള്ളാന്റെ ദീനാണ്. ഈ തോന്നിയതുപോലെ ഒന്നും കൈകടത്താൻ പറ്റാല. എന്നാൽ സഹാബികളെ കാലം, ഉമർ ഖത്താബ് തങ്ങളെ കാലം വരെ തറാവി അന്നും ഇന്നും 20. പക്ഷെ അക്കാലത്തെല്ലാം തറാവി അവിടെ ഗുംപ് ഗുംപായിട്ട് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ നടക്കാം. ഒരേ പള്ളിയിലെ 5-6 ജമാഅത്ത്. ഉമർ ഖത്താബ് തങ്ങളെ കാലത്ത് എന്ത് ചെയ്തറിയോ? ആ തറാവി അവിടെ ഇമാം ജമാഅത്തായിട്ട് നടക്കുന്നതിന് ഒരേ ഇമാമിന്റെ കീഴിലാക്കിയിട്ട് ഉമർ ഖത്താബ് തങ്ങൾ സെറ്റാക്കി. ഒരേ ഇമാമ് അവിടെ കുമ്പുകുമ്പാവേല, അവിടെ ജമാഅത്ത് വറ്റല, ഈ സമുദായം ഒറ്റക്കെട്ടായി ഒരേ ഇമാമിന്റെ പിന്നില എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തു. എന്നിട്ട് നിസ്കരിച്ചത് 20. എന്താ റസൂൽ നിസ്കരിക്കാത്തത്? പുതിയതായിട്ട് ഒരു സെറ്റാക്കിയതാ. ഇബ്നു തൈമിയ്യ തറാവീഹ് 20. ഈ പുത്തൻവാദികളുടെ, നവീനവാദികളുടെ, നൂതനവാദികളുടെ നേതാവാണ്. അവർ ഞങ്ങളെ വഴികാട്ടി നേതാവ് എന്ന് പറയുന്നയാളാണ് ഇബ്നു തൈമിയ്യ. അയാളെ എല്ലാ കിതാബിലും പറഞ്ഞു തറാവീഹ് 20. ഇബ്നു തൈമിയ്യന്റെ ശിഷ്യനാണ്. ഇവരുടെ ലീഡറായിട്ട് ഇവർ പരിചയപ്പെടുത്തുന്നയാളാണ് ഇബ്നുൽ ഖയ്യിം. ആ മഹാനരും പറഞ്ഞു തറാവീഹ് 20. തറാവീഹ് 20 എന്തിനേറെ പറയണം, ഈ നവീനവാദികളുടെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് അയാളെ പുസ്തകത്തിലും പറഞ്ഞു തറാവീഹ് 20. തറാവീഹ് 20 8 വട്ടപൂജ്യം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പിന്നീട് വന്നവരുടെ നേതാവാണെന്ന് പരിചയപ്പെടുത്തിയ ഷൗക്കാനിയും പറഞ്ഞു തറാവീഹ് 20. പിന്നീട് അവർക്ക് കേരളത്തിലെ ഞങ്ങളെ മലയാള നാട്ടിൽ ഈ ഭാഗത്ത് നേതൃത്വം കൊടുത്ത KM മൗലവി അവരുടെ അമലിയാത്ത് എഴുതിയപ്പോ, പുസ്തകം എഴുതിയപ്പോ അവിടെയും പറഞ്ഞു തറാവീഹ് 20 റക്അത്ത്. അങ്ങനെയായിരുന്നു പോക്ക്. പിന്നീട് അവരെ കാലം കഴിഞ്ഞിട്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് നവീനവാദികൾ വന്നിട്ട് പറഞ്ഞു തറാവീഹ് 11. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു തറാവീഹ് 8. പിന്നെ ഒരു 5-6 ആണ്ടിപ്പുറം പറയുന്നു തറാവീഹ് ചെന്ന നിസ്കാരം ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലെന്നല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ തൽക്കാലം കേക്കണ്ട. സംഗതി ഇത് റിയലാണ്, വളരെയധികം കൃത്യമാണ്. ഇത് മണ്ണി മൈക്ക് കേട്ടിട്ട് പറയുന്നതല്ല. ഫസ്റ്റ് പറഞ്ഞു തറാവി 11, പിന്നെ ജില്ല പറഞ്ഞ തറാവി 8 വിത്ത് 3 11, വിത്ത് 3 11.
തറാവി 8. പിന്നെന്തായി? തറാവി ഇല്ലേ ഇല്ല, വട്ടപൂജ്യം. അപ്പൊ പിന്നെ റസൂലുള്ള പറഞ്ഞല്ലേ തറാവി നിസ്കാരം മൻകാമ റമളാന എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇനി അർത്ഥം വെച്ചാൽ പറഞ്ഞോറ് അത് റമളാൻ മാസത്തിൽ കുറെ നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ പേര് തറാവി, അത് യാവ് നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ പേര് തറാവി, പിന്നെ അതിനെ ഉറങ്ങിയടിച്ച് നിസ്കരിക്കുന്നെങ്കിൽ തഹജ്ജുദ്, അതിനെ പിന്നെ കണക്കൂട്ടി നിസ്കരിക്കുന്നെങ്കിൽ അങ്ങനെ. അത് പേരെല്ലാം വേറെ വേറെ, സംഗതി ഒന്ന് തന്നെ, അതെല്ലാം ഒന്ന് തന്നെ. തറാവി ചെല്ലൊന്നുമില്ല. ഇപ്പൊ എന്തായി? ഇതാ പുതിയ ലേറ്റസ്റ്റ് ന്യൂസ്. ഈ കുറിന്റെ അവരെ ബുക്ക് അൽ-ഇസ്ലാം, ഈ കുറിന്റെ അവരെ പുതിയ മാസിക മന്ത്ലി, അതിൽ എഴുതിയ തറാവി 20. അപ്പൊ കഴിഞ്ഞാട്ട് മരിച്ചിട്ട് പോയ 8 നിസ്കരിച്ചിട്ട് എന്തായി? നീ പോലെ കബറിലൊക്കെ എന്താക്കുന്ന? ബാക്കി 12 നീ കുത്തിലോട് കയറ്റുന്ന ബ്ലൂടൂത്തില് സെൻഡാക്കുന്നേ. അല്ലിപ്പ അയാളെ അവസ്ഥ എന്ത്? അയാൾ തയ്യാറായില്ലേ? അയാളല്ല കേക്കല്ലേ? എന്താ ഞങ്ങൾ ഇതോട് 8 ഞങ്ങളെ നേത്താറോ അതാ നേത്താറ് 20 അയാൾക്ക് വരാമോ? കേട്ടാലോ കോളർ പിടിച്ചിട്ട്. ഈ കോലത്തിൽ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, കുറ്റപ്പെടുത്തുന്നതല്ല. ഇതിന്റെ ബാക്കിൽ നിന്ന് കൂടുമ്പോ ജാഗ്രത വേണോ? ഞമ്മ ഒന്നിലും നിൽക്കാം. ശംസുൽ മതങ്ങൾ പഠിപ്പിച്ചോ, മഹാന്മാർ പഠിപ്പിച്ചോ, അവരൊക്കെ ഞമ്മ ഒരു മനുഷ്യന്റെ ബാക്കിൽ നിന്ന് കൂടാൻ, ഒരു ആചാരം സത്യമാണെന്ന് മനസ്സിലാക്കാൻ, ഒരാളെ ജീവിതം നേരാണ്, അല്ല പൊരുത്തപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും ആദ്യം നോക്കേണ്ടത് എങ്ങോട്ടറിയാ? അയാളെ മരണം എങ്ങനെയായിരുന്നു അങ്ങോട്ട് നോക്കിയാൽ മതി. അല്ല പൊരുത്തപ്പെടാത്ത ജീവിതമാണ് നയിച്ചതെങ്കിൽ, അല്ല പൊരുത്തപ്പെടാത്ത ഈമാനിലൂടെ കഴിഞ്ഞ ആളാണ് ജീവിച്ച് മരിച്ചതെങ്കിൽ, അള്ളാന്റെ ദീനിലില്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ, അയാൾക്ക് ഒരിക്കലും ഷഹാദത്തിന്റെ കലിമ ചൊല്ലാൻ കഴിയില്ലല്ലോ. തമൂതൂന കമാ തഈശൂന വതുശറൂന കമാ തമൂതൂൻ. നിങ്ങളെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളെ മരണം. നല്ല ജീവിതമാണോ? അല്ല പൊരുത്തപ്പെട്ട ജീവിതമാണോ? ശരിയായ ഈമാനും ഇസ്ലാമും ഉൾക്കൊണ്ടുള്ള ജീവിതമാണോ? എന്നാൽ നിങ്ങളെ മരണവും അതുപോലെയാണ്. ശംസുൽ മതങ്ങളെ മരണം എങ്ങനെയാ? എല്ലാവരും കേട്ടതല്ലേ, അറിഞ്ഞതല്ലേ, പത്രങ്ങളായ പത്രങ്ങളെല്ലാം എഴുതിയതല്ലേ. വാഖിറു വൽ ഫാദിൽ അദാനി മുഖാരിനോ ബിആഖിരി അൻഫാ സില്ലതി ലം തുഅഖബി. ഫാത്തിമ ഹോസ്പിറ്റലിൽ ശംസുൽ ഉലമ കിടക്കുന്നുണ്ട് രോഗിയായിട്ട്. സുബഹിന്റെ വാങ്ക് പള്ളികളായ പള്ളികളിൽ നിന്നിട്ടെല്ലാം കോഴിക്കോട് അങ്ങാടിയിലെ കാലിക്കറ്റ് സിറ്റിയിലെ എല്ലാ പള്ളികളിൽ നിന്നിട്ടും ബാങ്ക് കേൾക്കുന്നു. ബാങ്കിന്റെ ഓരോന്നിനും എല്ലാവരും ജവാബ് ചെല്ലണമല്ലോ. ശംസുൽ ഉലമ തങ്ങളും ആശുപത്രിയുടെ ബെഡിൽ കിടന്നിട്ട് ജവാബ് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും അതിന് ജവാബ് ചൊല്ലിയപ്പോ നീണ്ടു നിവർന്ന് കിടക്കുന്ന ശംസുൽ ഉലമയും പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാത്തിനും ജവാബ് പറഞ്ഞു 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 അവസാന പള്ളി മിനാരത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ബാങ്കിന്റെ മന്ത്രധ്വനി അവസാനമായിട്ട് അങ്ങ് മുടങ്ങിയപ്പോ ലോകമതിന് അതേപോലെ ജവാബ് പറഞ്ഞപ്പോ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ശംസുൽ ഉലമ മിണ്ടിയില്ല, ശംസുൽ ഉലമ കണ്ണു തുറന്നില്ല. ഒരു വേള ശംസുൽ ഉലമാന്റെ ജീവിതം മോശപ്പെട്ടതായിരുന്നുവെങ്കിൽ അവിടുത്തെ നിസ്കാരം തറാവീഹ് 20 അവിടെയുള്ള ജീവിതത്തിൽ മൗലിദുണ്ടായിരുന്നു. മൗലിദുണ്ടായിരുന്നെന്ന് മാത്രല്ല, മൗലിദ് എഴുതിയ ആളായിരുന്നു, ഖുത്ബിയത്ത് കഴിച്ച ആളായിരുന്നു, ഖുത്ബ അറബിയിൽ ഓതിയ ആളായിരുന്നു. മരിക്കുന്നത് വരെ പെണ്ണുമക്കൾ ഉണ്ടായിട്ട്, ഭാര്യ ഉണ്ടായിട്ട് ഒരു പെണ്ണിനെ പോലും പള്ളിയിലേക്ക് കൊണ്ടുപോകാത്ത ആളായിരുന്നു. ഞങ്ങളെപ്പോലെ ഇവിടെ കൈകെട്ടണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച മഹാനായിരുന്നു. ഇതെല്ലാം തെറ്റായിരുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അവിടുന്ന് ചാൻസ് കിട്ടുമായിരുന്നു? ഇല്ലേ, ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ വഴി സത്യമാണെന്ന്, ആ വഴി ക്ലിയർ ആണെന്ന്, ആ ഈമാൻ നേരാണെന്ന്, ആ പ്രബോധനം
ഉദ്ബോധനം ചെയ്തിട്ട് നമ്മളോട് പഠിപ്പിച്ചത് ഹക്കാണെന്ന് നമുക്കത് മൂലം മനസ്സിലാക്കാൻ കഴിയാം. ആരാ? മഹാനായ CH ഇദ്രീസ് മുസ്ലിയാർ. CH ഇദ്രീസ് മുസ്ലിയാർ അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. പണ്ട് കാലത്ത് ബസ്സില്ല, ലോറിയില്ല, റോഡില്ല, ഒന്നുമില്ല. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ ആരെങ്കിലും ഒരാളെ കണ്ടെങ്കിൽ, നമ്മളാളാണ്, മുസ്ലിമാണ് എന്നറിഞ്ഞെങ്കിൽ അയാളെ വിളിക്കും, എന്നിട്ട് ചോദിക്കും, ഇവിടെ അപ്പുറപ്പുറമുള്ള മനുഷ്യന്മാരില്ല, ഇവിടെ പള്ളി മദ്രസ ഒന്നും കാണുന്നില്ല, ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു വിഷയാക്കി, ഇവിടെ ഉള്ള ഒരു 5-8 ആളുണ്ട്, എത്ര ആളുണ്ട്, നിങ്ങൊന്ന് അവരുടെ കല്യാണം വിളിച്ചോണ്ട് പോവാ അവര്. അങ്ങനെ എല്ലാ കുന്നും തോടും എല്ലാം കേറിയിട്ട്, പാറയും കുണ്ടും കീഞ്ഞിട്ട് കേറിയിട്ട് ഓരോരുത്തർ അന്നത്രനല്ല പോരെയുള്ള 10 പോലെ 140 പോരെ 150 പോരെ ഒന്നും ഇല്ലല്ലേ ജമാഅത്തേ ഇല്ല. പഴയ കാലത്ത് പള്ളിയല്ല ഏടാ, നിങ്ങളെ പള്ളി തന്നെ പണ്ട് കാലത്ത് ഏടാ. അപ്പൊ മഹാനവറുകൾ അവരോട് പറയും, ഏടാ ആ മനുഷ്യന്മാരൊന്ന് കാണണോ? അങ്ങനെ കാണും, പോയിട്ട് കാണും. എന്നിട്ട് പറയും, മറ്റേ ഇന്നിന്ന ഡേറ്റിന് നിങ്ങൾ എല്ലാവരും ആ മരത്തിന്റെ അടിയിൽ വന്നിട്ട് നിന്നോളണം, ഇന്നിന്ന ജാഗല് നിന്നോളണം. ഞാനും കുറച്ച് ഉസ്താദുമാരോടൊക്കെ വരും, കുറച്ച് വിഷയം ചെല്ലാനുണ്ട്. അങ്ങനെ മഹാനായ CH ഉസ്താദ് CH ഇദ്രീസ് മുസ്ലിയാർ ശംസുൽ മതങ്ങൾ പോലും ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാന, ചെറിയ ആളല്ല. അല്ലാഹു തആല മഹാനരുടെ മദതും ബർക്കത്തും നമുക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ നാടിനും അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും മഹാനരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അങ്ങനെ ഈ ചെല്ലിയ പോലെ മനുഷ്യന്മാർ വന്നെങ്കിൽ അവരിലേക്ക് കേൾക്കും, നിങ്ങളിൽ കുറച്ച് പൈസയെല്ലാം ഉള്ളതെന്നോ ആരും ഉണ്ടാ, തോട്ടം കണ്ടെന്നും ഉള്ളവരുണ്ടാ ഉണ്ട്. ഒരു 10-18 ഏക്കർ ജാഗലുണ്ട്, കുന്നും പുറലൊക്കെ നന്നൊന്നും വേണ്ട, ഒരു 5 സെന്റ് ജാഗ തന്നെങ്കിൽ ചെറിയൊരു പള്ളി, ഇൻഷാ അല്ലാഹ് ചെറിയൊരു മദ്രസക്ക് ഇൻഷാ. അങ്ങനെ പിന്നെ അതല്ല, ഈ പിന്നെ മനുഷ്യന്മാരിൽ ചെല്ലും, നിങ്ങൾ എല്ലാവരും ചോറിന് അരി ഇടുമ്പോ ഒരു പിടി അരി സൈഡിൽ വെച്ച്, ഒരു പിടി അരി സൈഡിൽ വെച്ച്, ബാക്കിയെല്ലാം നിങ്ങൾ ചട്ടിക്കിടി. നിങ്ങൾ തേങ്ങ എല്ലാം കറി വെക്കുമ്പോ ഒരു തേങ്ങ സൈഡിൽ വെച്ച് പള്ളി. അല്ലാഹ് ഈ രീതിയിൽ നാടായ നാടെല്ലാം ചെന്നിട്ട് പള്ളിയും മദ്രസും ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട മഹാനായിരുന്നു. സമസ്തയുടെ വലിയ നേതാവായിരുന്ന മഹാനായ ശൈഖുനാ CH ഇദ്രീസ് മുസ്ലിയാർ. ചെമ്മാട് ദാറുൽ ഹുദാ സ്ഥാപിച്ച സ്ഥാപകരിൽ പ്രധാനപ്പെട്ടവരാ. അവിടത്തെ ഉസ്താദും കൂടിയാ. നമ്മളെ പോലെ പോന് കാറ് വേണോ ലോറി വേണോ എന്ന് ചൊല്ലിച്ച ഇടക്ക് പോണെങ്കിൽ വീട്ടിൽ കയറിയിട്ട് പോകും, അല്ലെങ്കിൽ നടന്നിട്ട് പോകും. പോകുന്ന വഴിക്ക് നട്ടപ്പാതിര രാത്രി നടന്നു പോകുമ്പോ എത്രയോ വട്ടം മഹാനരെ നായി കടിച്ചു. ചരിത്രമാണ് ഇത്. വണ്ണി ചൊല്ലിട്ട് ജാക്കി വെക്കുന്നതല്ല. ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും തുറക്കുന്നില്ല. കറാമത്തിന്റെ പൊടി പൂരം. എന്ത് കറാമത്ത്? കറാമത്തിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കറാമത്തുണ്ടോ? മഹാന്മാർക്ക് കറാമത്തുണ്ട്, പക്ഷേ അതിന് ബെല്ലും ബ്രേക്കെല്ലാം വേണോ? ഇതെന്തിന്റെ? അത് വേറെ വിഷയം. ഏതായാലും മഹാനായ CH ഇദ്രീസ് മുസ്ലിയാർ നോക്കൂ നിങ്ങൾ. ഇത്ര വലിയ മഹാന മരിക്കുന്നതിന്റെ ഒരു ദിവസം പിന്നെ അക്കടോളി അതിന്റെ ആളാരും കൊണ്ടെങ്കിൽ ഇരുത്തിക്കോളെ. ചെറുതല്ലേ അത്, അതിനറിയാല. ജോറാക്കണ്ട. അള്ളാഹു മക്കളെയും ഞങ്ങളെയും നന്നാക്കണം. മരിക്കുന്നതിന്റെ ഒരു ദിവസം പിന്നെ തന്റെ വീട്ടിൽ നിന്ന് നടന്നുപോയി. ഒരഭിപ്രായം ഏകദേശം 4-5 കിലോമീറ്റർ അപ്പുറമുള്ള കൂട്ടുകാരന്റെ പരക്ക്, അല്ലെങ്കിൽ 1.5-2 കിലോമീറ്റർ അപ്പുറം. ഏതുവാട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതുവാട്ട അടുത്തല്ല. ഇന്നത്തെ പോലെ രക്ഷയും ബസ്സിൽ ലീവില്ല. നട്ടപ്പാതിര നേരത്ത്, രാത്രി നേരത്ത് മഹാനത തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ. കൂട്ടുകാരനെ തേടി, കൂട്ടുകാരന്റെ വീട് തേടി അവിടെ ചെന്നോ. ഇനി ഇങ്ങനെ തിരിച്ചിട്ട് കുറച്ച് സൗണ്ട് കുട്ടിയവനെ. ഞാൻ ഇവിടെ കൂക്കുമ്പോ നീ സൗണ്ട് കുറക്കുന്നതിന് ഇനി ഇങ്ങ് തിരി, എനക്ക് കേക്കട്ടത്. അത് അവിടെ കല്ലാതെ എനക്ക് കേൾക്കാനല്ലേ. നല്ലോണം വലിക്കുന്നത്. നാളെ ഇനി ചേഞ്ച് ആക്കണോ? വേറെ വെച്ച കൂട്ടുകാരനെ തേടിയിട്ട് രാത്രി അങ്ങനെ പോന്നു. അങ്ങനെ രാത്രി അങ്ങനെ പോയിട്ട് പുറക്കെത്തിയപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം ചൊല്ലിയിട്ട് അവിടെ കയറുമ്പോ കൂട്ടുകാരനായ ഉസ്താദിനെ പോലെ തന്നെ വയസ്സുള്ള മനുഷ്യനാണ് അയാൾ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്റെ ഈ രാത്രിയുടെ നിങ്ങൾ എന്തിനു വന്ന ഉസ്താദ്? എന്തിന് ഇവിടെ വന്നു? ഞാൻ അങ്ങോട്ട് വൃത്തിയായിനല്ല. ഒന്ന് വിളിച്ചിനെങ്കിൽ, ആരോടെങ്കിലും ഒരു വാർത്ത ചൊല്ലിനെങ്കിൽ
ഞാൻ അങ്ങോട്ട് വരട്ടിയായിരുന്നു ഉസ്താദ്, നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോ മഹാനായ ശൈഖുന പറഞ്ഞു, നിനക്ക് ഞാൻ പണ്ടപ്പോഴോ ഒരു 5 റുപ്യ കടം തരാൻ ബാക്കിയുണ്ട്, അതിനെ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്, പൊരുത്തപ്പെടണോ? ആ സമയത്ത് കൂട്ടുകാരനായ മനുഷ്യൻ ചോദിച്ചോലോ, ഉസ്താദ് നാളെ സുബയാവോളം കാത്തിനെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടിയായിനല്ലേ ഉസ്താദ്, നാളെ തന്നാ മതിയായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു, നാളെ മുതൽ ഞാനില്ല, നീ പൊരുത്തപ്പെടണോ? ആ വാങ്ങിയ കടം അയാളെ കയ്യിൽ കൊടുത്തു. 5 റുപ്യ ഞങ്ങളെ 50,000 മേങ്ങിയോ 3 തരുന്ന ചെലിട്ട് മുങ്ങിനോ 3 ഇല്ലേ ഇല്ല. ശരിക്കും കാണുമ്പോ ഡൗട്ടുണ്ട്, 1 ലക്ഷം മേങ്ങിട്ട് പോയാനല്ലേ അവൻ മേങ്ങുമ്പോ ഇട്ട സത്യം കണ്ടെങ്കിലേ ഉമ്മാന്റെ കൗത്തു, പിന്നെ മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, പിന്നെ ഡൽഹി പള്ളിന്റെ മിമ്പർ, കാഞ്ഞങ്ങാട് പള്ളിന്റെ മേറാബു, എല്ലാ സത്യം ഇട്ടും സത്യം ഇടാൻ ബാക്കി ഒന്നുമില്ല. കടം മേങ്ങുമ്പോ എപ്പോ തരുന്ന 26 ആ 26 തന്നാ മതി. ഇല്ല 25 ആ പോയോ 5 ഇല്ലേ ഇല്ല. ഹക്കടപാടിനെ പറ്റിയ ബോധം എല്ലാവർക്കും വേണം, കൊടുക്കാനുള്ളവർക്കും വേണോ മേങ്ങാനുള്ളവർക്കും വേണോ. അള്ളാഹു ഹക്കടപാട് വെച്ചിട്ട് മരിക്കേണ്ട ഗതികേട് നമുക്ക് വരുത്താതിരിക്കാം. ആ കടമെന്നത് വലിയ വിഷയമാണ്. മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, ഷഹീദായ മനുഷ്യന് പോലും അള്ളാന്റെ ദീനിന് വേണ്ടി ശത്രുക്കളോട് പടവരുതി വീരമൃത്യു വരിച്ച ഷഹീദിന് പോലും അള്ളാഹു പൊറുക്കാത്ത പാപമാണ് കടം. സാളബാധ്യത്തെ വലിയ കാര്യമാണത്, ചെറിയ വിഷയമല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാ, കടമെന്നത് ഭയങ്കര ചൊറയാണ്, പടച്ച റബ്ബ് കാക്കട്ടെ. ഹബീബായ നബി തങ്ങളെ കാലത്ത് ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന കുളിപ്പിച്ചോ കഫൻ ചെയ്തോ എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ച നേരത്ത് സഹാബികളും നബി തങ്ങളും ഇങ്ങനെ അണിയണിയായി നിന്ന് നേരത്ത് മുസ്തഫായ റസൂലുള്ള സഹാബികളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോ, ഞാനില്ല. അയാൾക്ക് കടമുണ്ട്, അയാൾ കടം വീടിയിട്ടില്ല, കടക്കാരനായിട്ട് കടബാധ്യതയുമായിട്ട് മരിച്ചതാണ്. നിങ്ങൾ നിസ്കരിച്ചോളെ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നിങ്ങളെ പ്രാർത്ഥനയാണല്ലോ അവരും ഞങ്ങളും കാക്കുന്നത്, നിങ്ങളെ നിസ്കാരമല്ലേ അവർക്കും ഞങ്ങൾക്കും ഒരു സമാധാന സലാമത്ത്. നിങ്ങൾ മാറി നിൽക്കരുത് നബിയേ, നിസ്കരിക്കണം നബിയേ. അയാൾക്ക് ഉഹുദ് മല പോലെയുള്ള കടമുണ്ടെങ്കിൽ അതിനുത്തരവാദി ഞാനാ നബിയേ, ഞാൻ വീട്ടിക്കോളാം നബിയേ, നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ നിസ്കരിച്ചത്. ആലോചിച്ചു, ഇത്ര ഗൗരവമാണ് കടത്തിന്റെ കാര്യം. ഞങ്ങൾക്കതൊരു വിഷയമല്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മാപ്പിള ജാതിക്ക്. എനിക്ക് തിരിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു സമസ്യയുണ്ട്, ഭയങ്കര മൂഡ് ഓഫ്. തിരിഞ്ഞ നമ്മളെ ആൾക്കാർക്ക് പിന്നെയും കടത്തിന്റെ വിഷയമില്ല, ബാക്കിയുള്ളവർക്ക് മൈക്കെല്ലാം ചെന്ന് വാങ്ങിയില്ല. എന്തെങ്കിലും ശരിക്കും കേട്ടോളേ, നമ്മളെ കാട്ടി കുറച്ചെങ്കിലും ഒരു പേടിയും ആ ടൈമിന് കൊടുക്കണോ എന്നുള്ള ബോധവും നമ്മളെ കാട്ടി ഏറെ അയാൾക്ക്. ഒരു ചങ്ങായി പേപ്പർ ഓതിക്കൊണ്ടായില്ലേ പീഡിത സീറ്റിൽ മുഞ്ഞാന്തല്ല കുറച്ചാണ്ടായി ഇങ്ങനെ പേപ്പർ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതിൽ ന്യൂസ് എന്തറിഞ്ഞ സാളബാധ്യത്തെ മണികണ്ഠ ആത്മഹത്യ, കടമുണ്ടായി ആണ് മണികണ്ഠ മറുക കൊടുക്കാനായില്ല, മേങ്ങിയോ കഷ്ടകാലത്തിന് മേങ്ങിയോ കൊടുക്കാനായില്ല, ടൈമിന് കൊടുക്കാനായില്ല, പോയി. ആ വാർത്ത വായിച്ചു മോൻ പോയി. പിറ്റേന്നും വന്നു, പിറ്റേന്ന് വാർത്ത, പിറ്റേത്തെ പേപ്പർ നോക്കുമ്പോ അന്നുണ്ട് അതേപോലത്തെ ഒരു ന്യൂസ്. എന്തറിഞ്ഞ സാളബാധ്യത്തെ മാത്യു ആത്മഹത്യ. മാത്യു പിന്നൊരുത്തം നിങ്ങക്ക് തിരിഞ്ഞിട്ടേ ഈ മൂടങ്ങനല്ല ചില കാര്യം. സമാൻ ബദൽ ഗയ മുഹമ്മദ് റഫി 1970 കാലത്തിലെ പാടിന്റെ അങ്ങനെ ബേനിഖാബ് നിക്കുലോനാ സമാനാ ഖറാബ് ഹേ. മാസ്ക് ഇടാതെ നിങ്ങൾ പുറത്തു പോയിരണ്ട, സമാന ഖറാബ് ഹേ. മുഹമ്മദ് റഫിന്റെ പാട്ട് അയാളെ പാടിന് 1976 നിക്കാവിടം വന്നപ്പോ മുഞ്ഞാ എത്ര അയാൾക്ക് കറാമത്തുണ്ടാവും സാർ.
അല്ല അവരൊരു ഭയങ്കരല്ലേ. അപ്പൊ അന്നേ സമ്മാനം അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇന്നത്തെ കഥ പറയണം. ഏതുമായിട്ട് സാളവാദ്യത്തെ മാത്യു ജോസഫ് ആത്മഹത്യ. അപ്പൊ ഇന്നലെ തിരിഞ്ഞല്ലേ വരുന്നാട് ഉള്ളിൽ വെക്കണോ അങ്ങനെ രണ്ടു ആയുസ് ഇയാൾ ഇതും വായിച്ചിട്ട് പോയിട്ട് പിറ്റേന്ന് വന്നിട്ട് നോക്കുമ്പോ അന്നൊന്നും വിഷയമില്ല. അവിടെ ഒരു വയസ്സനായ ഒരു നല്ല മനുഷ്യൻ ചായ കുടിച്ചുകൊണ്ട് ഹരത്തി എന്നിട്ട് അപ്പൊ ഈ പേപ്പർ ഓതിക്കൊണ്ടായോ കേട്ടാനില്ല. അല്ല ആജ എന്താ എന്തുമില്ല എപ്പോ പേപ്പർ ഓത് മുക്കും അതിൽ ഉള്ളങ്ങണറിഞ്ഞ എന്തുള്ളതില് സാളബാധ്യത്തെ മണികണ്ഠ ആത്മഹത്യ, സാളബാധ്യത്തെ ഗംഗാധര ആത്മഹത്യ, സാളബാധ്യത്തെ ജോസഫ് ആത്മഹത്യ, സാളബാധ്യത്തെ മാത്യു ആത്മഹത്യ, ഇങ്ങനെ ഓരോ വിഷയമായിട്ട് ഇങ്ങനെ ഉള്ളല്ലാതെ അവർ തന്നെ ആത്മഹത്യയാക്കി എന്നല്ലാതെ ഞങ്ങളാള് ആത്മഹത്യയാക്കി ഇല്ല കാണുന്നില്ല. സാളബാധ്യത്തെ ഇബ്രാഹിം ആത്മഹത്യ, സാളബാധ്യത്തെ മുഹമ്മദ് കുഞ്ഞ് ആത്മഹത്യ കാണുന്നില്ല. എന്തേന്ന് കേട്ടിട്ടാകുമ്പോ ആചാര ചെല്ലാൻ പറഞ്ഞ ഞമ്മളോ മേങ്ങിന് എന്നെ കൊടുക്കണ്ടല്ലേ പിന്നെ എന്തിനു ചാവുന്നോ? അവൻ മേങ്ങുമെന്നെ നീ എത്തങ്ങനെ തരല്ല പിന്നെ ചാവുന്നത്. അവൻ അങ്ങനല്ല, മണികണ്ഠ അങ്ങനല്ല. അവൻ കൊടുക്കുമെന്നെ ഉറപ്പിച്ചു കൊടുക്കണോ, കേട്ടനെ കാട്ടി മുന്നേ കൊടുക്കണോ, ടൈമിനെ കാട്ടി മുന്നേ കൊടുക്കും. ഇല്ല പോയി ഞമ്മളോ അവൻ ഉമ്മന്റെ കൗത്തും പിന്നെ മക്കത്തെ പള്ളിന്റെ ഉള്ളും സത്യട്ട മാത്രം. 85 വർഷത്തിലേറെ ഈ ലോകത്ത് ജീവിച്ചിട്ട് 50 പൈസ പോലും കടം വാങ്ങാതെ ജീവിച്ച മഹാമനുഷ്യയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ വലിയുള്ളാഹി തഖിയുദ്ദീൻ കോയക്കുട്ടി മുസ്ലിയാർ, ആനക്കര കോയക്കുട്ടി ഉസ്താദ്. 90 വയസ്സ് 85 വയസ്സ് കഴിഞ്ഞു എന്നത് ഉറപ്പ്. അത്ര കാലം ജീവിച്ച മഹാൻ തന്റെ ജീവിത കാലയളവിൽ മരിക്കുന്നതിന്റെ ഇടയില് 50 പൈസ പോലും കടാക്കിട്ട. നമുക്കിടെ 41 ഉണ്ടായി, കടം തീരല അത്ര. അള്ളാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എളുപ്പത്തിന്റെ പൈ തുറന്നു തരണം. അല്ല അത് വലിയ കാര്യമാണ്, പേടിക്കേണ്ട വിഷയമാണ്. മറ്റോന്റെ കിട്ടുമ്പോ ബാങ്ക് കേസൊക്കെ പോകും, പക്ഷെ നാളെ ഖബറിൽ കിടക്കണോ. അള്ളാഹു ഹക്കടപാടിന്റെ മുറ പോലെ തീർക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൊടുക്കാനുള്ളതിനും കിട്ടാനുള്ളതിനും അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് രണ്ടിനും അള്ളാഹു ഹലാലായ മനസ്സും മാർഗവും ഈ എളുപ്പത്തിൽ തുറന്നു തരട്ടെ. പെട്ടെന്നുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ. മഹാനായ CH ഇദ്രീസ് മുസ്ലിയാർ 5 റുപ്യയും കൊടുത്തിട്ട് തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നിട്ടതാ നട്ടപ്പാതിര നേരത്തോടടുക്കുന്ന ആ സമയം ഇരുട്ടുള്ള രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, അല്ല പെണ്ണ് നല്ല മധുരമുള്ള ഒരു ചായ തരുമോ? ഭാര്യ ചോദിക്കുന്നുവല്ല, ഇതെന്തിങ്ങനെ നിങ്ങൾക്ക് ഷുഗർ അല്ല, കുറെ കാലായി നിങ്ങൾ ചപ്പ ചായ കുടിക്കുന്നതല്ലേ, കട്ടൻ ചായ അല്ലേ, ഇന്നെന്തേ നിങ്ങൾക്ക് മധുരത്തിന്റെ ചായ? എന്തായി നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ മഹാനായ ശൈഖുന പറഞ്ഞു, പൊന്നുപെണ്ണ് നാളെ മുതൽ ചപ്പച്ചായ കുടിക്കാനും ഞാനില്ല, ഇന്നൊരു ഗ്ലാസ് മധുരമുള്ളത് കുടിച്ചോട്ട്. എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചോ. ആ ഭാര്യനെയും കൂട്ടിയിട്ട് ഉസ്താദ് അവർകൾ ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ഇമാം ജമാഅത്തായിട്ടല്ലാതെ ഉസ്താദ് മഹാനായ ശൈഖുന CH ഇദ്രീസ് മുസ്ലിയാർ ഒരു നിസ്കാരം പോലും ഇമാം ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കി. എടങ്ങു പ്രസംഗത്തിന് പരിപാടിക്കാ പോയിട്ട് പള്ളിക്ക് എത്തുമ്പോ ജമാഅത്ത് കഴിഞ്ഞെങ്കിൽ അവിടെ ഉള്ള മുത്താലിമീങ്ങളെ അല്ലെങ്കിൽ അവിടെ ഉള്ള ആരെങ്കിലും ഒരാളെ വിളിക്കും. അവിടെ ആരും ഇല്ലെങ്കിൽ മെല്ലെ അപ്പുറത്ത് പറൻ്റെയോടൊക്കെ പോകും, പോയിട്ട് കേൾക്കും, നിങ്ങൾ നിസ്കരിച്ചിനല്ലോ പാട്ട് ജമാഅത്തായിട്ട് വെക്കൂ, നിങ്ങൾ എൻ്റെ ഒക്കെ വന്നിട്ട് ബാക്കിൽ നിന്ന് നിൽക്കുവാരാ ഇമാമുമായിട്ട് എനക്കൊന്നും ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കണായി. ഇമാം ജമാഅത്തായിട്ട് നിസ്കരിച്ചോൻ തന്നെ പിന്നെ ഒരിക്കൽ മടക്കുന്നതിന് വിരോധമില്ല. ഒറ്റക്ക് നിസ്കരിച്ചോന് എങ്ങനെയും മടക്കും. ഇനി മസാല നിങ്ങൾ നാളെ ചർച്ച ആക്കണ്ട, നിങ്ങൾ ചർച്ച ആക്കിയെന്ന് സാരില്ല, നാളെ ക്ലിപ്പ് വന്നില്ല. അല്ലാഹ് കാക്കട്ടെ. പേടിക്കേണ്ട വിഷയം എന്താ? പേടിയില്ല. പേടി എന്ത്? മൂന്നാമത്തെ ദുനിയാവിൽ എന്തിനു പേടിക്കണോ? ഞമ്മ പറയുന്നത് അള്ളാന്റെ ദീനല്ലേ, ഞമ്മ ആരെയും നമ്പലാക്കാനില്ല, ഞമ്മ ആരെയും ഉപദേശിക്കുന്നില്ല. അവ്വലം ബിനഫ്സി, ഈ പറയുന്നത് മുഴുവനോ ആദ്യം എനിക്ക്, പിന്നീട് കേട്ടവർക്ക്. അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. അല്ലാഹു ഞങ്ങളെ ഇൽമിനെ ആഫിയാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ഇൽമിനെ ആഫിയാക്കട്ടെ. ഹക്ക് ഹക്ക് പോലെ പറയാനുള്ള വലിയ നാവ് പടച്ച റബ്ബ് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നൽകട്ടെ. പറയുന്നതിലെ കള്ളമോ അനാദരവോ പ്രതിപക്ഷത്തോടുള്ള വേദനിപ്പിക്കലോ അല്ലാഹു ഞങ്ങളെ
കൊണ്ട് വരുത്താതിരിക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഭാര്യയെ കൂട്ടിയിട്ട് ഇശാ നിസ്കരിക്കുന്നു ജമാഅത്ത്. നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിരിക്കു ചൊല്ലി ദുആറുന്നു. ദുആർന്ന് കഴിഞ്ഞ പാട് ഭാര്യയോട് പറയുന്നു, പിരിശപ്പെട്ട പെണ്ണ്, ഒരാള് മരിച്ചെങ്കിൽ കുളിപ്പിക്കേണ്ടതിങ്ങാണ്, ഒരാള് മരിച്ചെങ്കിൽ കഫൻ ചെയ്യേണ്ടതിങ്ങാണ്, അത് മാപ്പിളയാണെങ്കിൽ ഇങ്ങാണ് എന്നെല്ലാം അവിടുന്ന് മരിച്ചതിന്റെ ശേഷമുള്ള പണി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്കുമ്പോ ഭാര്യ ചോദിച്ചോലോ, ഉസ്താദ് നിങ്ങൾ ഇതെല്ലാം എന്തിനു പറയുന്നേ എന്ന് കേട്ടപ്പോ മഹാനായ ശൈഖുനാ സി ചൈദ്രോസ് മുസ്ലിയാർ പറഞ്ഞു, പത്ര പൊന്നുപെണ്ണ്, ഇനിത് ചൊല്ലിത്തരാന് ഞാനില്ല. അന്നത്തെ രാത്രി സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ അല്ലാഹുവിലേക്ക് ഒന്നിലേറെ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി ശൈഖുനാ സി ചൈദ്രോസ് മുസ്ലിയാർ. ആ മഹാനരാണ്, ആ മഹാനരാണ് ഈ സംഘടനക്ക് SKSSF എന്ന പേര് വെച്ചത്. അല്ലാഹു മഹാനരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇത് പാർട്ടിയല്ല, ഇത് ആളെ പിരാന്താക്കുന്ന സംഘടനയല്ല. ഇത് നിങ്ങളെ കിടാവ് നാളെ കള്ള് കഞ്ചാവിന്റെ അടിമയായി പോകണ്ട. നാളെതാ നിസ്കാരമില്ലാതെ തേരാപാര നടന്നു പോകണ്ട. നാളെ ബാപ്പവും മാന നോക്കാത്ത കിടാവായി പോകണ്ട എന്ന് കരുതിയിട്ട് കിടാവ് നന്നാകണം, കിടാവ് നല്ലവനാകണം എന്നാശിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് ഞങ്ങളെ മഹാന്മാർ ആ കിടാവിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത സംഘടനയാണ് SKSSF. അവരെക്കാലം കുറച്ച് വലിയവർക്ക് ഉണ്ടാക്കിയ സംഘടനയാണ് SYS. ഇത് മഹാന്മാരുടെ പൊരുത്തമുള്ള സംഘടനയാ, അലിമീങ്ങളെ ആശീർവാദമേറ്റ സംഘടനയാ, സദാത്യങ്ങളെ ദുവാരുന്ന സംഘടനയാ, ഔലിയാക്കന്മാരെ കറാമത്ത് കൊണ്ട് പ്രവചിച്ച സംഘടനയാ, എത്രയോ ആൾക്കാർക്ക് ദീനിന്റെ നേരായ വഴി കാണിച്ചു കൊടുത്ത സംഘടനയാ. മഹാന്മാരായ സാത്വികരായ മഹാന്മാർ നമ്മളിലേക്ക് സൂക്ഷിച്ച് ഏൽപ്പിച്ച സംഘടനയാണ്. അല്ലാഹു അതിലൂടെ ദീനിനെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടായ്മയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമളാൻ വരാൻ പോകുന്നുണ്ട്. നല്ല മാസോ, പുണ്യങ്ങളുടെ ഭൂക്കാലമായ മാസോ, മിനിങ്ങളെ ഏറെ ആഴ്ച ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മാസോ. ഞാനും നിങ്ങളെ ഏകദേശം 2 മാസത്തോളമായി അല്ലാഹുവിനോട് ദുആ രക്കുന്നുണ്ട്. പടച്ച റബ്ബ് ഒബല്ലഗനാ റമളാൻ, ഒബല്ലഗനാ റമളാൻ. നാദാ റമളാനിനെ നീ എത്തിക്കല്ലാ, റമളാനിനെ എത്തിക്കണേ അല്ലാ. എപ്പോ ദുആ രക്കാൻ തുടങ്ങി? റജബ് തുടങ്ങിയ റജബ് അല്ലേ? പടച്ചോനെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഗനാ റമളാൻ. റമളാനതാ അല്ലാഹ്, റമളാനെ ഇങ്ങതാ അല്ലാഹ് ചെലങ്ങനെ അർത്ഥം എന്ത്? ശഅബാനിൽ നാളെ ബാക്കിയുണ്ട്, അതിന്റെ മേലെ ജമ്പ് പഠിപ്പിച്ചിരുന്ന ഇപ്പുറത്തേക്ക്. ഓക്കെ, ബാക്കി ഷോർട്ട് ആക്കിയിട്ട് എന്നാളുണ്ടല്ലോ ബാക്കി, അത് വേണ്ട, നീ ഇപ്പുറത്തേക്ക് ബാങ്ക് കൊണ്ടാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അതിന്റെ അർത്ഥം തെറിഞ്ഞ ഇമാം മുനാവി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലെയുള്ള മഹാന്മാർ അവരുടെ കിതാബുകളിൽ ഫൈലുൽ ഖദീർ പോലെയുള്ള കിതാബ് നോക്കിയാൽ കാണും. ഞാൻ പേജ് പറയുന്നില്ല, ഇനി നമ്പർ നാളെ അപ്പുറം പറയാൻ പണിയോ. പേജ് വേണ്ട, പേജ് വേണ്ട, കിതാബ് ഇമാമും കറക്റ്റ്. മനുഷ്യന്മാരല്ലേ, ഉപ്പ് തിന്ന നാവല്ലേ, പേജ് എല്ലാം അപ്പുറപ്പുറം. അന്ന് തന്നെ ബുഖാരിന്റെ 1362 എന്താ ചെല്ലുന്നത് 1312 നായി പോയി. സംഗതി ബുഖാരി തന്നെ, അലി ഇബ്നു അബി താലിബ് തന്നെ, അതിലെന്തോ അപ്പുറപ്പുറമായിട്ടില്ല. അതായത് 1362 എന്ന് പറയുന്നത് 1312 നായി പോയി. ഉപ്പ് തിന്ന വായല്ലോ അപ്പുറപ്പുറല്ലാവും. അല്ലാണ്ട് എന്താ ചനിക്കാന്നറിയാലോ, അണക്കളാണ് ഉപ്പ് ഏറെയോ. ഹലോ സനേർ, ഞാൻ ഈ ക്ലിപ്പ് വന്നു പിന്നെ ഉപ്പും കുറച്ചോ, നാളെ അതൊരു പണിയായിരുന്നു.
അതറിയാത്ത കോണാണ്. അതിന് അങ്ങനെയുള്ള ക്ലിപ്പിടേണ്ട ഒരു ആവശ്യമില്ല. തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറപ്പുറമായിട്ട് ഉണർത്താലോ, നേരിട്ട് ഉണർത്താലോ, അതല്ലേ നല്ലത്. ഞമ്മന്തിപ്പോ തെഞ്ഞിട്ട് വരുന്ന ഇത്ര വലിയ വലിയ ആലിമ്യങ്ങളുണ്ട്. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ അഭിപ്രായം ഓരോ നാളെ നമ്മൾ തിരുത്തും. നമുക്ക് ചൊല്ലിത്തരോ ഇങ്ങനെ ആയിനെ അങ്ങനെ വേണോ മനുഷ്യന്മാരല്ലേ, അല്ലാണ്ട് നമുക്ക് കൂടുതൽ അറിയൊന്നുമില്ല. കോട്ടും സൂട്ടും തലയിൽ വല്ല കെട്ടുള്ളവനെ കൊണ്ടൊന്നും ആലിമാന്നില്ലേ. ആലിമാവാൻ കുറച്ച് പണിയുണ്ട്. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കട്ടെ. ഞങ്ങളല്ലാഹു ആമിലീങ്ങളായ ആലിമീങ്ങളാകട്ടെ. ഞങ്ങളല്ലാഹു ദീനിന്റെ യഥാർത്ഥ ആലിമീങ്ങളാകട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ നല്ലവരിൽ ചേർക്കട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു മരണം വരെ ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിന് ഏറിയ തൗഫീഖും അവസരവും ആരോഗ്യവും ഇഖ്ലാസും ശബ്ദവും എല്ലാം നൽകി അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത് മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെയുള്ളവർ പറയുന്നു, ഓ ബല്ലഗനാ റമളാൻ, പടച്ചോനെ റമളാനിനെ എത്തിക്കണേ അല്ലാ, ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തെരഞ്ഞ റമളാന് കാണാനുള്ള ആയുസ് തരണോ റബ്ബേ, റമളാന് വന്നിങ്ങനെ അവിടെ നോമ്പ് നോക്കാനുള്ള ആരോഗ്യം തരണോ അല്ലാ, നോമ്പ് നോക്കാനുള്ള മനസ്സും തരണോ അല്ലാ, റമളാനിനെ സ്വീകരിക്കാനും ആദരിക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നീ തൗഫീഖ് അതാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ ദുആരക്കുന്ന കുറേയായി ഇല്ലേ. ഇൻഷാ അല്ലാഹ് റമളാൻ വിളിപ്പുറത്താണ്, കണ്ണെത്തും ദൂരത്ത് ഉമ്മറപ്പടിയിലെത്താനായി ഇൻഷാ അല്ലാഹ് 1, 2, 3 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമളാൻ എത്തുകയാണ്. അല്ലാഹു ഞങ്ങളെ എത്തിച്ചു തരട്ടെ. ആ റമളാൻ കൂടാനും കാണാനും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഇബാദത്തുകളെ കൊണ്ട് നന്മകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു ഞങ്ങൾക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ വരുന്ന കാരണം നോക്കിക്കൊണ്ടുള്ള കാർ കണ്ടിട്ടില്ല. ഞാനും പഠിച്ചില്ല. സ്വർഗത്തിന്റെ തോപ്പ് അങ്ങനെ നോക്കാൻ കഴിയ അതവ് കേടാണ്. കാരണം എന്താ, നിങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പറഞ്ഞയച്ച മലായിക്കത്ത്. നിങ്ങളെ ഇടതും വലതും ഇരുന്നിട്ടുണ്ടോ? പുതിയങ്ങാടി കടപ്പുറത്ത് മഹാനായ ഖുതുബുസ്സമാൻ മുല്ലക്കോയ തങ്ങളെന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുസ്തഫായ നബി തങ്ങളെ കുടുംബത്തിലെ സയ്യിദ തങ്ങള് വല്യ ആലിമ എല്ലാത്തിനേക്കാളുപരി നബി